നമസ്കാരം. ആ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ ചുറ്റും ഇരുട്ട് മാത്രമാണ് മാർക്ക് ഫെല്ലർക്ക് അനുഭവപ്പെടുന്നത്. എത്ര സമയം ആ ഇരുട്ടത്ത് മാർക്ക് അങ്ങനെ നിന്നു എന്ന് മാർക്കിന് പോലും അറിയില്ല. ആ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോം അതിവേഗതയിൽ മൂവ് ചെയ്യുന്നതായി മാത്രമേ മാർക്കിന് അറിയൂ. ചുറ്റും ഇരുട്ട് മാത്രം. കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത അത്രയും സമയം മാർക്ക് ആ ഇരുട്ടത്തുണ്ടായിരുന്നു. ഇരുട്ടത്ത് വേറെ ഒന്നും കാണാൻ കഴിയാതെ അങ്ങനെ നിൽക്കുന്ന മാർക്ക് എപ്പോഴും പ്രകാശത്തിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വെള്ളി നിറത്തിലുള്ള പ്രകാശം അങ്ങ് വിദൂരതയിൽ ഒരു പൊട്ടുപോലെ ആദ്യം കണ്ടെങ്കിലും സാവധാനം ആ പ്രകാശത്തിന്റെ അളവ് കൂടി തുടങ്ങി. ആ പ്രകാശത്തിലേക്ക് മാർക്കും കൂട്ടർ സഞ്ചരിക്കുന്ന ആ ടെലിപോർട്ടേഷൻ സംവിധാനം മൂവ് ചെയ്ത് എത്തുമ്പോൾ കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം അവർക്ക് ചുറ്റുമുണ്ടായി. അവര് കണ്ണു തുറക്കുമ്പോൾ മലയുടെ മുകളിൽ ഒരു ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ മാർക്കും കൂടെ ഉള്ളവർ നിൽക്കുന്നതാണ് മാർക്ക് കണ്ടത്. മാർക്ക് ചുറ്റും ഒന്ന് നോക്കി. അതിമനോഹരമായ ഒരു മലയുടെ മുകളിലാണ് ആ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉള്ളത്. ചുറ്റും ശരിക്കും കണ്ണിനെ ആകർഷിക്കുന്ന ശൈലിയിലുള്ള മരങ്ങളുടെ ഒരു വൻ ശൃംഖല തന്നെയുണ്ട്. ഒരു കാടിന് സമീപത്താണ് ആ പ്ലാറ്റ്ഫോം എന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. മാർക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോൾ ശരിക്കും മാർക്കിന് ആദ്യം അനുഭവപ്പെട്ടത് ശക്തമായ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമാണ്. മാർക്കിന് സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാൻ കഴിയില്ല എങ്കിലും സ്പിരിച്വൽ എനർജി മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കട്ടി കൂടിയ സ്പിരിച്വൽ എനർജിയാണ് അവിടെ ഉള്ളത്. വിദൂരതയിലേക്ക് കണ്ണോടിക്കുമ്പോൾ മലകളിൽ കൂടി ഒഴുകിയിറങ്ങുന്ന പുഴകൾ കാണാം. നേർത്ത അരുവികളാണ് മാർക്ക് കാണുന്നത്. ആ അരുവികളുള്ള ഭാഗത്തേക്ക് മാർക്കിന്റെ കണ്ണ് പതിഞ്ഞതും ആകാശത്തൂടി പറന്നു കിടക്കുന്ന വളരെ വിചിത്ര കളറുള്ള പക്ഷികളെ മാർക്ക് കണ്ടു. മാർക്ക് ആ ഭാഗത്തൊക്കെ അങ്ങനെ നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓരോരുത്തരായി താഴെ ഇറങ്ങിയാണ്. മാർക്കും പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയ സമയത്ത് മാർക്ക് ഒരു കാഴ്ച കൂടി കണ്ടു. ആ പ്ലാറ്റ്ഫോമിന് പുറത്തായി ഒരു ബോർഡ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ് മാർക്ക് കണ്ടത്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ, അതാണ് ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകം. മാർക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനൊപ്പമാണ് ഭൂമിയിൽ നിന്ന് ഹെവൻലി റീജിയനിലേക്ക് വന്നിരിക്കുന്നത്. മാർക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ കോമ്പൗണ്ടിന് അകത്താണ്. ആ യാഥാർത്ഥ്യമാണ് ആ ബോർഡ് മാർക്കിന്റെ മനസ്സിൽ കൊണ്ടുവന്നത്. മാർക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ചില കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെവൻലി റീജിയനിൽ എത്തിയാൽ ഉടൻ ആ എൽഡർ ബൈഡന്റെയും കൂട്ടരുടെയും പിടിയിൽപ്പെടാതെ ഓടി രക്ഷപ്പെടണമെന്നുള്ള ഒരു പ്ലാനാണ് മാർക്ക് ഉണ്ടാക്കിയത്. പക്ഷേ മാർക്കിന്റെ കഷ്ടകാലത്തിന് മാർക്ക് വന്നിറങ്ങിയ പ്ലാറ്റ്ഫോം ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ കോമ്പൗണ്ടിന് അകത്ത് തന്നെയാണ്. മാർക്ക് ഒരു നിമിഷം ഒന്ന് അമ്പരന്നു എന്ന് പറയാം. പെട്ടെന്നാണ് മാർക്കിന്റെ കണ്ണുകൾ എൽഡർ ബൈഡന്റെ കണ്ണുകളുമായി ഒന്ന് കോർത്തത്. എൽഡർ ബൈഡൻ ആ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയ ആ നിമിഷം മുതൽ മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാർക്കിന്റെ കണ്ണുകൾ അയാളുടെ കണ്ണുകളുമായി ഒന്ന് കോർത്തതും വളരെ വളരെ രസകരമായ ഒരു പുഞ്ചിരി എൽഡർ ബൈഡന്റെ ആ ചുണ്ടുകൾ വിരിയുകയാണ്. ശരിക്കും അയാൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. മാർക്കിനെ ഇതാ അയാൾക്ക് കൈ കിട്ടിയിരിക്കുകയാണ്. അയാളുടെ ചിരിയുടെ ആ അർത്ഥം മാർക്കിന് കൃത്യമായി മനസ്സിലായി. മാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരൊറ്റ ഓട്ടം. മലയുടെ മുകളിൽ നിൽക്കുന്ന മാർക്ക് മലന്ന് താഴേക്കാണ് ഓടുന്നത്. അതിവേഗം മാർക്ക് ഓടുന്ന കണ്ടതും എൽഡർ ബൈഡനൊപ്പമുള്ള സി റെയ്ന മാർക്കിന്റെ പുറകെ കുതിച്ചു. മാർക്കിന്റെ പുറകെ കുതിക്കുന്ന സി റെയ്ന ഉറക്കെ വിളിച്ചു പറയുകയാണ്, മാർക്ക്, നീ എവിടെ ഓടിയാലും നീ രക്ഷപ്പെടില്ല. ഇവിടെ ഈ ഹോളി റീജിയനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതിവേഗം മാർക്കിന് പുറകെ കുതിക്കുകയാണ്. മാർക്കാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. മാർക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കാതെ സർവശക്തിയും സംഭരിച്ച് ഓടുമ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. അവനെ ഫോളോ ചെയ്യുന്ന സി റെയ്ന അവന്റെ അടുത്തേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഓടുമ്പോൾ മാർക്കിനുള്ള എനർജി എന്ന് പറയുന്നത് മാർക്കിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. സ്പിരിച്വൽ എനർജി ഒട്ടും ഉപയോഗിക്കാൻ മാർക്കിന് പറ്റില്ല. പക്ഷെ മാർക്കിനെ ഫോളോ ചെയ്യുന്ന സി റെയ്ന സ്പിരിച്വൽ എനർജിയുടെ സഹായത്തിലാണ് മാർക്കിനെ സമീപിക്കുന്നത്. ആ യാഥാർത്ഥ്യം മാർക്ക് തിരിച്ചറിഞ്ഞതും പെട്ടെന്ന് മാർക്ക് അങ്ങ് നിന്നു. മാർക്കിന്റെ അടുത്തേക്ക് അതിവേഗം കുതിച്ചു പായുന്ന സി റെയ്ന മാർക്ക് പെട്ടെന്ന് നിന്നതും മാർക്കിന് തൊട്ടു മുന്നിലായി. സി റെയ്നയ്ക്ക് ശരിക്കും ഒരു സന്തോഷം. അവൾ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, നീ തീർന്നടാ. അങ്ങനെ അവൾ പറയുമ്പോഴേക്കും മാർക്കിന്റെ ഇടത് കൈ അതിശക്തമായി റെയ്നയുടെ മുഖത്ത് പതിച്ചു കഴിഞ്ഞു. മാർക്കിന്റെ കൈ പതിക്കുന്ന അകലത്തിലാണ് സി റെയ്ന വന്നു പെട്ടത്. അതിശക്തമായ മാർക്കിന്റെ ആ ഇടത് കൈ കൊണ്ടുള്ള പഞ്ച് ശരിക്കും ഒരു കാറ്റ് സൃഷ്ടിച്ചു എന്ന് പറയാം. ആ കാറ്റും കൈയുടെ പവറും ചേർന്ന് റെയ്നയുടെ മുഖത്ത് പതിച്ചതും റെയ്ന ഒരു ഫുട്ബോൾ പറക്കുന്ന പോലെ വന്ന വഴിയിലേക്ക്
തിരിച്ചങ്ങ് പറക്കുകയാണ്. അവൾ ആകാശത്തിലൂടെ അങ്ങനെ പറക്കുന്ന നിമിഷത്തിൽ മാർക്ക് വീണ്ടും ഓടിത്തുടങ്ങി. ഈ സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയ എൽഡർ ബൈഡനും കൂട്ടരും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. അവരെ പ്ലാറ്റ്ഫോമിൽ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഒരു ശബ്ദത്തോടെ റെയ്ന അവരുടെ മുന്നിൽ വന്ന് പതിച്ചത്. ബൈഡന്റെ തൊട്ടു മുന്നിലാണ് റെയ്ന വന്ന് വീണത്. റെയ്ന അവിടെ അവരുടെ മുന്നിൽ വന്ന് വീണത് കണ്ടതും എൽഡർ ബൈഡനൊപ്പമുള്ള ആളുകൾ സ്തംഭിച്ചു പോയെന്ന് പറയാം. ഈ ഹോളി റീജിയനിലെ അവരുടെ ആ മേഖലയിൽ റെയ്ന ഒരു സംഭവമാണ്. ആ റെയ്നയാണ് ഇതാ അവിടെ തെറിച്ചു വീണിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. മാർക്ക് ഫെല്ലറെ ഫോളോ ചെയ്താണ് റെയ്ന പോയതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ കാഴ്ച മാർക്കിന്റെ ശിഷ്യൻ ഡീസനും അതുപോലെ ഷോണി ആനിക്കും ഒക്കെ കാണുന്നുണ്ട്. അവർ രണ്ടുപേരും അവരുടെ ഉള്ളിലുണ്ടായ സന്തോഷത്തെ മുഖത്ത് കാണിക്കാതെ അങ്ങനെ നിൽക്കുമ്പോൾ എൽഡർ ബൈഡൻ റെയ്നയെ പിടിച്ചെടിപ്പിച്ചു. ഹേയ് റെയ്ന, എന്താ പറ്റിയേ? എൽഡർ, അവൻ എന്നെ ഇടിച്ചു. എൽഡർ, അവനെ വിടരുത്, അവനെ കൊല്ലണം. വല്ലാത്ത ദേഷ്യത്തോടുകൂടി റെയ്ന അങ്ങനെ പറയുമ്പോൾ റെയ്നയുടെ മൂക്കിലൂടെയും വായിലൂടെയും ചോര ഒലിച്ചിറങ്ങുന്നത് എല്ലാവർക്കും കാണാം. അവളുടെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ഇപ്പോ ഒരു പരുവത്തിലായിരിക്കുകയാണ്. മാർക്കിന്റെ ഒറ്റയിടിയിൽ അവളുടെ മുഖം ഒരു പന്നിയുടെ മുഖമായി എന്ന് പറയാം. അവളുടെ മൂക്കുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ മൂക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ കഴിയുന്ന ശൈലിയില മുഖം ഇരിക്കുന്നത്. കൃത്യം അവളുടെ മൂക്കിലാണ് മാർക്കിന്റെ കൈ പതിച്ചതെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് മാർക്ക് തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടാ ഓട്ടം എന്നൊക്കെ പറയില്ല, അതുപോലെ ഓടുകയാണ്. മാർക്ക് ഓടി 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 അവസാനം ഒരു ടൗണിലെത്തി. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഓടിയ മാർക്ക് മരങ്ങൾക്കിടയിലൂടെയൊക്കെ ഓടി ഗ്രാമപാതയിലേക്കൂടെ ഓടിയൊക്കെയാണ് അവസാനം ഒരു ടൗണിലെത്തിയത്. ടൗണിലേക്ക് കടക്കുമ്പോൾ മാർക്ക് ശരിക്കും അമ്പരന്ന് പോവുകയാണ്. അവിടെ ആ ടൗണിലെ പ്രധാന വാഹനമായി മാർക്ക് കണ്ടത് മൃഗങ്ങളെയാണ്. മൃഗങ്ങളുടെ പുറത്ത് കയറി യാത്ര ചെയ്യുന്ന ആളുകളെയാണ് അവിടെ കൂടുതലും കാണുന്നത്. പക്ഷേ ആ മൃഗങ്ങൾക്ക് വല്ലാത്ത വേഗത. ഇവിടെ എല്ലാവരും മൃഗങ്ങളെയാണോ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്? അങ്ങനെ മാർക്ക് ചിന്തിച്ചപ്പോൾ മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ ഒരു അനക്കം മാർക്ക് കേട്ടു. ആകാശത്തേക്ക് നോക്കിയ മാർക്ക് കാണുന്നത് കൂറ്റൻ പക്ഷികൾ ആകാശത്തൂടി പറന്നു പോകുന്നതാണ്. ആ പക്ഷികളുടെ മുകളിൽ ആളുകളുണ്ട്. നല്ല പണമുള്ള ആളുകൾ അതിമനോഹരങ്ങളായ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുകയാണ്. മാർക്ക് ആകാശത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കപ്പലിനോട് വലിപ്പമുള്ള ആകാശ കപ്പലുകൾ ആകാശത്തൂടെ പോകുന്നത് മാർക്ക് കണ്ടത്. ഭൂമിയിൽ മാർക്ക് കണ്ടു പരിചയമില്ലാത്ത ശൈലിയിലുള്ള യാത്രാ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഭൂമിയിൽ കാണുന്ന ശൈലിയിലുള്ള മോട്ടോർ വാഹനങ്ങൾ ഒന്നും തന്നെ ആ റോഡിലില്ല. ഭൂമിയിൽ ഉള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അവിടെ ആ ഹോളി റീജിയനിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഇനി വാഹനമില്ലാത്തത്? അങ്ങനെ ഒരു ചിന്തയാണ് ആദ്യം മാർക്കിനുണ്ടായത്. പക്ഷെ അതേ സമയത്ത് ആകാശത്തൂടെ കൂറ്റൻ ഷിപ്പുകൾ സഞ്ചരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന് കൃത്യമായിട്ട് ഒരു ഉത്തരത്തിൽ എത്താൻ പറ്റുന്നില്ല. മാർക്ക് ഇപ്പോ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്ഷീണവും വെച്ചുകൊണ്ട് ആ ഭാഗത്തൊന്നും നിൽക്കാൻ കഴിയില്ല എന്ന് മാർക്കിന് അറിയാം. മാർക്ക് എത്തിയിരിക്കുന്നത് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന് സ്വന്തമായി ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉള്ള സ്ഥിതിക്ക് അവര് ശക്തരായിരിക്കും. ആ പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് ഭൂമിയിൽ എത്താനും അവിടെ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും കഴിയുന്നുണ്ടെന്ന് പറയുമ്പോൾ അവര് കൊള്ളാവുന്ന ഒരു സെക്ഷൻ ആയിരിക്കാൻ സർവ്വ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ മാർക്ക് പരമാവധി ദൂരത്ത് അവിടെ നിന്ന് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ്. മാർക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. റോഡിലൂടെ യാത്ര ചെയ്താൽ എളുപ്പം പിടിക്കപ്പെടാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കിയ മാർക്ക് റോഡിൽ നിന്ന് താഴോട്ടിറങ്ങി കുറച്ച് വിജനമായ സ്ഥലത്തെത്തിയിട്ട് അവിടെ കൂടിയായി യാത്ര. മാർക്ക് മുന്നോട്ടാണ് നടക്കുന്നത്. ആ മുന്നോട്ടുള്ള നടപ്പ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ മാർക്കിന് ഒരു പിടിയില്ല. സാധാരണഗതിയിൽ ഈ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒരു ഗൈഡ് കൂടെ ഉണ്ടാവും. ആ ഗൈഡ് സ്ഥലങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരം വരുന്ന ആൾക്കാർക്ക് കൊടുക്കും. മാർക്കാണെങ്കിൽ ആ ഗൈഡുകളുമായി ഉടക്കിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് സ്ഥലമെന്നോ എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയെന്നോ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മാർക്കുള്ളത്. മാർക്ക് ഏകദേശം 2 പകലും 2 രാത്രിയും യാത്ര ചെയ്ത് കാണും. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് വളരെ ദൂരത്തേക്ക് താൻ എത്തിക്കാണും എന്നൊരു ഫീല് ഇപ്പൊ മാർക്കിനുണ്ട്. മാർക്ക് ഇപ്പൊ ശരിക്കും ക്ഷീണിതനാണ്. സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ബോഡിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആഹാരം കഴിക്കാതെ മുന്നോട്ട് പോകാൻ മാർക്കിന് പറ്റില്ല. ബോഡിയിൽ സ്പിരിച്വൽ എനർജി ഉണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ആഹാരം കഴിക്കാതെ ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റും. സ്പിരിച്വൽ എനർജി ഇല്ലാത്ത ഒരാള് സാധാരണ മനുഷ്യരെ പോലെയാണ്. ആഹാരം കഴിച്ചാൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ള എനർജി ലഭിക്കൂ. മാർക്ക് നല്ല ക്ഷീണത്തിലാണ്. ഈ കഴിഞ്ഞ 2 ദിവസവും മാർക്ക് ഏകദേശം വനമെന്ന് തോന്നുന്ന സ്ഥലത്തു കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. ആ വനത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന അരുവികളിൽ നിന്ന് വെള്ളം കുടിച്ചും കാടിനകത്ത് നിന്ന്
കഴിക്കാൻ കഴിയുന്നെന്ന് മാർക്കിന് തോന്നുന്ന ഫലങ്ങളൊക്കെ പറിച്ച് കഴിച്ചൊക്കെയാണ് മാർക്ക് ഈ 2 ദിവസം കടന്നുകൂടിയത്. മാർക്ക് അണിഞ്ഞിരിക്കുന്ന ആ ഡ്രസ്സ് അല്ലാതെ മാർക്കിന്റെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നുമില്ല. പുതിയ ഡ്രസ്സ് വാങ്ങണം, ആഹാരം വാങ്ങണം, താമസിക്കാൻ ഒരു സ്ഥലം വേണം. അനവധി ആവശ്യങ്ങൾ മാർക്കിനുണ്ട്. അതിനുശേഷമാണ് മാർക്കിന് എമിലി ബ്ലാക്കിനെ കണ്ടുപിടിക്കേണ്ടത്. എമിലി ബ്ലാക്കിനെ കണ്ടുപിടിക്കാനുള്ള ആ യാത്ര നടക്കുന്നിടയിൽ തന്നെ മാർക്ക് ചാങ് മാങ്ങിനെ കൂട്ടരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി. ഏകദേശം 1 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ചാങ് മാങ്ങും കൂട്ടരും ഭൂമിയിൽ നിന്ന് ഹോളി റീജിയനിൽ വന്നത്. അവരിപ്പോ അതിശക്തരായിട്ടുണ്ടാവും. അവരെ ആരെങ്കിലും കണ്ടുകിട്ടിയാൽ അവര് മാർക്കിന് ആവശ്യമുള്ള സംരക്ഷണം കൊടുക്കും. അത് മാർക്കിന് ഉറപ്പാണ്. അവരെവിടെയാണ് ഉള്ളത് അതും മാർക്കിന് അറിയത്തില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാർക്ക് ആ വനഭാഗത്ത് നിന്ന് റോഡിലോട്ട് കയറി. റോഡിൽ കയറിയ മാർക്ക് റോഡിലൂടെ അല്പദൂരം നടന്നപ്പോൾ ചെറിയൊരു ചായക്കട എന്ന് തോന്നുന്ന ഒരു സ്ഥലം കണ്ടു. പൂർണ്ണമായും ആ കട ചായക്കടയാണെന്ന് ചോദിച്ചാൽ അല്ല, വേറെയും സാധനങ്ങളൊക്കെ ആ കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. മാർക്ക് ആ കടയുടെ സമീപത്ത് ഇരിക്കാനിട്ടിരിക്കുന്ന ഒരു ബെഞ്ച് പോലുള്ള സംവിധാനത്തിൽ വന്നിരുന്നു. പാറയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബെഞ്ചാണ്. മാർക്ക് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അനവധി ആളുകൾ ആ കടയിൽ വന്നു പോകുന്നുണ്ട്. ചായ കുടിക്കാനാണ് പലരും വരുന്നത്. റോഡ് സൈഡിലുള്ള ഒഴിഞ്ഞ ഒരു മോട്ടൽ പോലുള്ള സംഭവമാണ്. റോഡിലൂടെ പോകുന്ന ആളുകൾ ഒന്ന് വിശ്രമിക്കാനും ഒരു ചായ കുടിക്കാനുമായിട്ടാണ് ആ മോട്ടലിന് മുന്നിൽ അവരുടെ വാഹനം നിർത്തുന്നത്. അവരുടെ വാഹനം എന്ന് പറയുമ്പോൾ എല്ലാം മൃഗങ്ങളാണ്. ഒരു മോട്ടോർ വാഹനവും ഇതുവരെയും മാർക്ക് കരയിലൂടെ ഓടുന്നതായി കണ്ടില്ല. പക്ഷെ വന്നു നിൽക്കുന്ന മൃഗങ്ങൾക്കൊക്കെ വല്ലാത്തൊരു കപ്പാസിറ്റി ഉണ്ട്. ഭൂമിയിലൂടെ ഓടുന്ന ഏതൊരു വാഹനത്തെക്കാൾ വേഗത ആ മൃഗങ്ങൾക്കുണ്ടെന്ന് അവിടെ അല്പനേരം ഇരുന്നപ്പോൾ തന്നെ മാർക്കിന് മനസ്സിലായി. മാർക്ക് കൗതുകപൂർവ്വം ആ മൃഗങ്ങളെയും അതുവഴി കടന്നു പോകുന്ന ആളുകളെയൊക്കെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ കടയിൽ ഏതാണ്ട് ആളൊഴിഞ്ഞു. ആ സമയത്ത് ആ കടക്കാരൻ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ഏയ്, നീ കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ, എന്താ കയ്യില് പണമൊന്നുമില്ലേ? അങ്ങനെ കടക്കാരൻ ചോദിച്ചതും മാർക്ക് അയാളോട് ചോദിച്ചു, എനിക്ക് ഒരു മാപ്പ് തരാൻ പറ്റുമോ? മാപ്പോ? ഏത് മാപ്പ്? എനിക്ക് ഈ ഹെവൻലി റീജിയന്റെ മാപ്പാ വേണ്ടത്. ഹെവൻലി റീജിയന്റെ മാപ്പോ? എന്ത് വിഡിത്രോടോ താനീ ചോദിക്കുന്നത്? ഹെവൻലി റീജിയന്റെ വലിപ്പത്തെക്കുറിച്ച് നിനക്കൊരു ധാരണയുമില്ലേ? ഈ ഹെവൻലി റീജിയൻ നീ 100 ജന്മം ജീവിച്ചാലും കണ്ടു തീർക്കാൻ പറ്റാത്തത്ര വലിപ്പമുള്ളതാണെന്ന് നിനക്ക് തന്നെ അറിയാവുന്നല്ലേ. അതിന്റെ മാപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുക? പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്തിന്റെ മാപ്പ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ കടയിലേക്ക് നടന്നതും മാർക്ക് അയാളുടെ പുറകെ കടയിലെത്തി. അയാള് അകത്തേക്ക് കയറി അല്പസമയം കഴിഞ്ഞ് പുറത്തു വന്ന് ഒരു മാപ്പ് എടുത്ത് അവിടെയുള്ള ആ ടേബിളിന് മുന്നിൽ ഒന്ന് വിരിച്ചു. അതിമനോഹരമായ ഒരു മാപ്പാണ് അവിടെ അയാൾ വിരിച്ചിട്ടത്. ആ മാപ്പിലേക്ക് മാർക്ക് നോക്കിയപ്പോൾ അയാൾ മാർക്കിനോട് പറഞ്ഞു, ഈ മാപ്പ് അപൂർവമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നീ ഒരു 1000 സ്പിരിറ്റ് കോയിൻ നൽകിയാൽ ഞാൻ ഈ മാപ്പ് തരാം. 1000 സ്പിരിറ്റ് കോയിൻ, അതാണ് അയാൾ ചോദിച്ച പ്രതിഫലം. അത് കേട്ടപ്പോൾ മാർക്കിന് ഒരു കാര്യം കൂടി വ്യക്തമായി. ഇവിടത്തെ കറൻസിക്ക് പറയുന്ന പേരാണ് സ്പിരിറ്റ് കോയിൻ. മാർക്കിന്റെ കയ്യിൽ ഒരു സ്പിരിറ്റ് കോയിനും ഇല്ല. പക്ഷെ മാർക്കിന് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടണമെങ്കിൽ ഒരു മാപ്പ് കൂടിയേ തീരൂ. മാർക്ക് റോഡിലോട്ടൊന്ന് നോക്കി. റോഡിലൂടെ ആ സമയത്ത് ആരും പോകുന്നില്ല. മാർക്കിന്റെ പോക്കറ്റിലോട്ട് ഒന്ന് കൈയിട്ടു. മാർക്കിന്റെ പോക്കറ്റിൽ നിന്ന് മാർക്ക് സ്പിരിറ്റ് കോയിൻ എടുക്കാൻ പോവുകയാണെന്നേ മാർക്ക് കൈയിടുന്ന കാണുന്ന ആർക്കും തോന്നത്തുള്ളൂ. ആ കടക്കാരൻ മാർക്ക് എടുക്കുന്ന ആ സ്പിരിറ്റ് കോയിൻ കാണാൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് ഇടത് കൈകൊണ്ട് മുൻവശത്ത് വിരിച്ചിരുന്ന ആ മാപ്പ് വലിച്ചിങ്ങെടുത്തു. അടുത്ത നിമിഷത്തിൽ മാർക്ക് വലത് കൈകൊണ്ട് ആ കടക്കാരൻ ഒന്ന് തള്ളിയിട്ട് ഒരൊറ്റ ഓട്ടം. പെട്ടെന്ന് അയാളെ മാർക്ക് തള്ളിയപ്പോൾ ആ കടക്കാരൻ ഒന്ന് പുറകോട്ട് ആഞ്ഞു. അടുത്ത നിമിഷത്തിൽ അയാൾ ബാലൻസ് വീണ്ടെടുത്തു. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ ശബ്ദം അയാൾക്ക് കേൾക്കാം. ഏ കടക്കാരാ, സോറി, എന്റെ കയ്യിൽ ഇപ്പോ സ്പിരിറ്റ് കോയിൻ ഒന്നുമില്ല. ഞാനേ സ്പിരിറ്റ് കോയിനൊക്കെ ഉണ്ടാക്കിയിട്ട് നിനക്ക് ഇരട്ടി സ്പിരിറ്റ് കോയിൻ തരാം. എടാ, എന്റെ പണം തന്നിട്ടുകൂടാ, എടാ മാപ്പ് തന്നിട്ടുകൂടാ, കള്ള. ഇതിനിടയിൽ ആ കടക്കാരൻ വിളിച്ചു പറയുന്നതൊക്കെ മാർക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ ആ മാപ്പുമായി മാർക്ക് കണ്ണടച്ചുറക്കും മുമ്പേ ആ സ്ഥലം കടന്നു കഴിഞ്ഞു. മാർക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മോഷണമാണല്ലോ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ മാർക്കിനെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ മാർക്ക് റോഡിൽ നിന്ന് ഇടതുവശത്തേക്ക് ചാടിയിറങ്ങി. ആ ഭാഗത്ത് അനവധി മരങ്ങളും പഴങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം വിശപ്പടക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ കിട്ടുമെന്ന് അവിടേക്ക് ഓടി ഇറങ്ങുമ്പോൾ തന്നെ മാർക്കിന് തോന്നി. മാർക്ക് കുറെ ദൂരം ഓടിക്കാണ്. ആളൊഴിഞ്ഞ ഒരു ഭാഗത്തെത്തിയതും മാർക്ക് ആ മാപ്പ് അവിടെയുള്ള ഒരു പാറയുടെ പുറത്തേക്ക് വിരിച്ചു. ആ മാപ്പിന്റെ മുകളിൽ ഒരു പേരുണ്ട്, മാപ്പ് ഓഫ് ലീ ഹൗട്ടൺ.
മാർക്ക് എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ലീ ഹൗട്ടൺ ആണെന്നാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് 5 പ്രോവിൻസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗത്ത് പ്രോവിൻസ്, നോർത്ത് പ്രോവിൻസ്, ഈസ്റ്റ്, വെസ്റ്റ്, പിന്നെ തണ്ടർ കോർട്ടിയാണ്. അങ്ങനെ 5 പ്രോവിൻസ് ഉണ്ട്. മാർക്ക് ഇപ്പൊ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് തുടർന്ന് മാർക്ക് നടത്തിയത്. അങ്ങനെ നോക്കുമ്പോഴാണ് മാർക്ക് ആ പേര് കണ്ടത്, ഹെവൻലി ക്ലൗഡ് സെക്ഷൻ. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മാർക്ക് കണ്ടത് സൗത്ത് പ്രോവിൻസിലാണ്. അതിന്റെ അർത്ഥം വ്യക്തമാണ്. മാർക്ക് ഇപ്പോൾ ഉള്ളത് സൗത്ത് പ്രോവിൻസിലാണ്. അവിടെ ഒരു കാര്യം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ സ്റ്റാറും 1 മില്ലിമീറ്റർ എന്ന അളവിലാണ്. മാർക്ക് ആ ഭാഗത്ത് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. എന്തായിരിക്കാം ഈ സ്റ്റാർ, എന്തായിരിക്കാം മില്ലിമീറ്റർ? മില്ലിമീറ്റർ ഭൂമിയിൽ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു സംഭവമാണെന്ന് ഒരു തോന്നൽ മാർക്കിന് പെട്ടെന്നുണ്ടായി. ആ മാപ്പിന്റെ ആകെ അളവ് എത്ര മില്ലിമീറ്റർ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോ മാർക്ക് ആ മാപ്പിന്റെ ഇടതുവശത്തും വലതുവശത്തുമായി 2 കൈ ചേർത്ത് പിടിച്ചു. മാർക്കിന്റെ ആ കൈ അങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ അത് എത്ര ദൂരം ഉണ്ടെന്ന് മാർക്കിന് അറിയാം. മാർക്കിന്റെ ആ വിടർത്തിയ കൈകൾക്ക് 1.5 മീറ്ററിലധികം അകലമുണ്ടെന്നുള്ള കാര്യം മാർക്ക് നേരത്തെ തന്നെ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്രയും അകലത്തിൽ എത്ര മില്ലിമീറ്റർ? 150 സെന്റിമീറ്റർ അകലത്തിലേക്കാണ് മാർക്ക് പിടിച്ചിരിക്കുന്നത്. 150 സെന്റിമീറ്റർ, അത് എത്ര മില്ലിമീറ്റർ എന്ന് മാർക്ക് നോക്കിയപ്പോൾ 1500 മില്ലിമീറ്റർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് മാർക്കിന് ഐഡിയ കത്തി. ഈ മില്ലിമീറ്റർ സ്റ്റാറുമായി കണക്റ്റഡ് ആണ്. സ്റ്റാർ ഇനി എത്ര ദൂരം ഉണ്ടാകും? അതാണ് മാർക്കിന് അറിയേണ്ടത്. അധികം മെനക്കെടാതെ തന്നെ ആ മാപ്പിലൂടെ വളരെ സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളും റീഡ് ചെയ്ത് തുടങ്ങിയതും മാർക്കിന് അതിന് ഒരു ഉത്തരം കിട്ടി. സ്റ്റാർ എന്ന് പറയുന്നത് ഭൂമിയിലെ 1 കിലോമീറ്ററിന് തുല്യമാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സ്റ്റാറുകൾ അകലെയുള്ള സ്ഥലങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശാലമായ ഏരിയയിലാണ് മാർക്ക് വന്നുപെട്ടിരിക്കുന്നത്. ഭൂമിയേക്കാൾ വലുതാണ് ശരിക്കും ഈ ലീ ഹൗട്ടൺ ഏരിയ. ഹോളി റീജിയനിലെ ഏതോ ഒരു വൻകരയാണ് ലീ ഹൗട്ടൺ എന്ന് ഏകദേശം ഒരു ധാരണയും മാർക്കിനുണ്ടായി. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ആ ലീ ഹൗട്ടൺ മാപ്പിന് ചുറ്റുമായി പച്ച നിറത്തിൽ മരങ്ങൾ വരച്ചിരിക്കുന്നത് വ്യക്തമായി കണ്ടതുകൊണ്ടാണ്. ആ മരങ്ങൾക്ക് മുകളിലായി ഒരു പേര് മാർക്ക് കണ്ടു, ഗ്രീൻ റോക്ക് ഫോറസ്റ്റ്. ലീ ഹൗട്ടൺ എന്ന എൻറ്റിയർ ഏരിയയ്ക്ക് ചുറ്റുമായി ഒരു വനമുണ്ട്. ആ വനത്തെ വിളിക്കുന്നത് ലീ റോക്ക് ഫോറസ്റ്റ് ആണ്. ഈ ലീ റോക്ക് ഫോറസ്റ്റിന് അപ്പുറത്ത് വേറെയും ഇതുപോലുള്ള ഏരിയ ഉണ്ടാവും. മാർക്കിന് ആ മാപ്പ് റീഡ് ചെയ്തപ്പോൾ ഏകദേശം കുറേയേറെ കാര്യങ്ങൾ ലഭിച്ചു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് മാർക്കിനെ കടക്കണം. ചാങ്മാങ്ങും കൂട്ടരും എവിടെയുണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് മാർക്കിന്റെ അടുത്ത ലക്ഷ്യം. അവരിലൂടെ മാർക്കിന് എമിലി ബ്ലാക്കിലേക്ക് എത്തണം. അതിന് ആ കാട്ടിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല, കരയിലേക്ക് കയറിയേ പറ്റും. മാർക്കിന് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ഈ ഹോളി റീജിയനിലേക്ക് എത്തിയതിനു ശേഷം മാർക്ക് കുറച്ച് വെള്ളവും കുടിച്ച് കാട്ടിൽ നിന്ന് കഴിക്കാൻ കഴിയുന്ന ചില പഴങ്ങളൊക്കെ പറിച്ച് കഴിച്ചു എന്നല്ലാതെ ശരിക്കും മാർക്കിന്റെ വിശപ്പ് അങ്ങോട്ട് അടങ്ങിയിട്ടില്ല. അതിന് ഒരു പരിഹാരം ആദ്യം ഉണ്ടാക്കണം. ആ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ മാർക്കിന്റെ കയ്യിൽ സ്പിരിറ്റ് കോയിൻ വേണം. മാർക്കിന്റെ കയ്യിൽ ഒരു സ്പിരിറ്റ് കോയിനും ഇല്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി മാർക്ക് ആ കാട്ടിൽ നിന്ന് റോഡിലേക്ക് കയറി. മാർക്ക് ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്ന സ്ഥലം നേരത്തെ ആ മാപ്പ് മോട്ടിച്ച സ്ഥലത്തെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യാസമുണ്ട്. അവിടെ കടകളൊക്കെ ഒരുപാടുണ്ട്. മാർക്കിന്റെ ദൃഷ്ടിയിൽ ഒരു അടിപൊളി റെസ്റ്റോറന്റ് വന്നുപെട്ടു. ഭൂമിയിലേക്ക് കാണുന്ന പോലുള്ള ഒരു അടിപൊളി റെസ്റ്റോറന്റ്. മാർക്ക് സാവധാനം നടന്നു വന്ന് ആ റെസ്റ്റോറന്റിന് അകത്തേക്ക് കയറി. ആ റെസ്റ്റോറന്റിന്റെ ഭിത്തികളിൽ മനോഹരമായ ചിത്രങ്ങളുണ്ട്. പലതരത്തിലുമുള്ള ഭക്ഷണ വിഭവങ്ങളാണ് അവിടെ ചിത്രരൂപത്തിൽ കാണുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ ഹോട്ടലുകളിൽ വരച്ചിടുന്ന പോലുള്ള ചിത്രങ്ങൾ തന്നെയാണ് അത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഭൂമിയിൽ കാണുന്ന ശൈലിയിലുള്ള ഭക്ഷണങ്ങൾ അല്ല എന്ന് മാത്രം. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ശൈലിയിലുള്ള ജീവികളുടെ തല പൊരിച്ചത്, കാല് പൊരിച്ചത്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തത് ഒക്കെയാണ് അവിടെ ആ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഛായാചിത്രങ്ങൾ വഴി കാണുന്നത്. മാർക്ക് ആളൊഴിഞ്ഞ ഒരു ടേബിളിന് അടുത്തേക്ക് നടക്കുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ അവിടെ തൊട്ടടുത്തുള്ള ടേബിളിലുള്ള ഒരു ചെറുപ്പക്കാരിൽ പതിഞ്ഞു. അയാളെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് മാർക്ക് വന്നിരുന്നത്. മാർക്ക് ഇരിക്കുന്നത് പ്രധാന വാതിലിൽ നിന്ന് ഒത്തിരി ഉള്ളിലാണ്. മാർക്ക് അവിടെ ആ ടേബിളിനടുത്തിരുന്നപ്പോൾ ഒരു വെയിറ്റർ മാർക്കിനടുത്തേക്ക് വന്നു. വെയിറ്റർ മാർക്കിന്റെ മുന്നിൽ ഒരു മെനു കാർഡ് കൊണ്ടുവച്ചു. അവിടെ ചുവരി കാണുന്ന ആ ചിത്രങ്ങളുടെ സമാന സ്വഭാവത്തുള്ള ചിത്രങ്ങളുള്ള മെനു കാർഡാണ് മാർക്കിന്റെ മുന്നിലേക്ക് വന്നത്. മാർക്ക് ആ മെനു കാർഡിൽ തൊട്ടിട്ട് ആ വെയിറ്ററോട് പറഞ്ഞു, ഇതൊക്കെ പോരട്ടെ. ഏയ്, ഇത്രയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? ഏയ്, പണം നൽകിയ പോരെ, ഞാൻ കഴിക്കുന്നുണ്ടോ ഇല്ലയെന്നോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല.
മാർക്ക് അങ്ങനെ തീർത്ത് പറഞ്ഞതും ആ വെയിറ്റർ ചിരിച്ചുകൊണ്ട് മെനു കാർഡ് മേശപ്പുറത്ത് എടുത്തു. അത് കണ്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല ഇതൊക്കെ നിങ്ങൾ തന്നെ വളർത്തി കൊന്നെടുക്കുന്നതാണ്? ഇതൊക്കെ ഇവിടെ എത്തിക്കാൻ ഹണ്ടേഴ്സ് ഉണ്ട്. ഹണ്ടേഴ്സും ഈ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് ഒരുപാട് ഡീമനുകളില്ലേ, ആ ഡീമനുകളെ കൊന്ന് ഇവിടെ കൊണ്ടുതരാനായിട്ട് ഹണ്ടേഴ്സ് ഉണ്ട്. നമ്മൾ അവർക്ക് വില കൊടുക്കും, അവര് ആ ഡീമനുകളെ കൊന്ന് ഇവിടെ എത്തിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ആ വെയിറ്റർ അടുക്കള ഭാഗത്തേക്ക് നടന്നു. മാർക്ക് കൗതുകത്തോടെ ആ റെസ്റ്റോറന്റിലുള്ള മറ്റാളുകളേക്ക് ഒന്ന് വീഴ്ച തുടങ്ങി. പല ശൈലിയിലുമുള്ള ആളുകൾ അവിടെ ഉണ്ട്. അങ്ങനെ മാർക്ക് നോക്കുമ്പോൾ മാർക്കിനെ നോക്കുന്ന ആ ചെറുപ്പക്കാരനെ മാർക്ക് കണ്ടു. മാർക്ക് അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ മാർക്ക് നോട്ട് ചെയ്തിരുന്നു. അയാള് മാർക്കിനെ നോക്കുന്നതാണ് മാർക്ക് കണ്ടത്. ശരിക്കും മാർക്ക് അയാളെ നോക്കി വെക്കുന്നത് മറ്റൊരു കാര്യത്തിലാണ്. എന്തായാലും മാർക്കിന് പണം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് ആരുടെയെങ്കിലും പണം പിടിച്ചു പറിച്ച് ആ കടയിൽ കൊടുക്കാൻ പറ്റും. ആരുടെ പണം പിടിച്ചു പറിക്കണം, അതാണ് മാർക്ക് ആലോചിച്ചത്. കടയിലേക്ക് കയറിയപ്പോൾ തന്നെ മാർക്ക് അതിനൊരു ഉത്തരവും കണ്ടു. അത് ആ പണക്കാരനായ ചെറുപ്പക്കാരനാണ്. അവനെ കണ്ടാൽ അറിയാം അവന്റെ കയ്യിൽ പണമുണ്ടെന്ന്. അതുകൊണ്ടാണ് മാർക്ക് രണ്ടാമതും അവനെ ഒന്ന് നോക്കിയത്. അത് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല, അയാളും മാർക്കിനൊന്ന് നോക്കി. മാർക്ക് ഒന്ന് പുഞ്ചിരിച്ചു, അയാളും പുഞ്ചിരിച്ചു. അയാൾ ചിരിച്ചതും മാർക്ക് അയാളിൽ നിന്ന് കണ്ണു പിൻവലിച്ച് അടുത്ത ടേബിളിലേക്ക് നോക്കി. മാർക്ക് വളരെ കാഷ്വലായിട്ട് ആളുകളെ നിരീക്ഷിക്കുന്നതാണെന്ന് ആ ആൾക്ക് തോന്നാൻ വേണ്ടിയാണ് മാർക്ക് ഉടൻ തന്നെ കണ്ണു പിൻവലിച്ച് അടുത്ത ടേബിളിലേക്ക് നോക്കിയത്. മാർക്കിനറിയാം മാർക്ക് ആ ടേബിളിലേക്ക് നോക്കുമ്പോഴും അയാൾ മാർക്കിനെ ശ്രദ്ധിക്കായിരിക്കുന്നു. മാർക്ക് ആ ടേബിളിൽ നിന്ന് അതിന്റെ അടുത്ത ടേബിളിലേക്ക് നോക്കി. എല്ലാ ടേബിളുകളുള്ള ആളുകളെയും മാർക്കൊന്ന് സ്കാൻ ചെയ്യുന്നതാണെന്ന് ആ കാഴ്ച കാണുന്ന ആർക്കും മനസ്സിലാവും. ഈ സമയത്ത് മാർക്ക് റെസ്റ്റോറന്റിനകത്തുള്ള ആളുകളെയൊക്കെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് നോട്ടം റോഡിലോട്ടാക്കി. റോഡിലൂടെ അപ്പോഴും അനവധി വാഹനങ്ങൾ പോകുന്നുണ്ട്. വാഹനങ്ങൾ എന്ന് പറയുന്നത് മൃഗങ്ങൾ. അങ്ങനെ മാർക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ വെയിറ്റർ വിഭവങ്ങളുമായി മാർക്കിന്റെ മേശയുടെ അടുത്തേക്ക് വന്നു. മാർക്കിനടുത്തേക്ക് ഒരു വലിയ പ്ലേറ്റുമായിട്ടാണ് ആ വെയിറ്റർ വരുന്നത്. സ്വാഭാവികമായിട്ടും ആ റെസ്റ്റോറന്റിലുള്ള പലരുടെയും ശ്രദ്ധ ആ പ്ലേറ്റിലേക്ക് തിരിഞ്ഞു. ആളുകൾ കൗതുകത്തോടെ ആ പ്ലേറ്റിലേക്ക് നോക്കുമ്പോഴേക്കും ആ വെയിറ്റർ ആ പ്ലേറ്റ് കൊണ്ടുവന്ന് മാർക്കിന്റെ മേശപ്പുറത്ത് വെച്ചു. ഒരുപാട് വിഭവങ്ങളാണ് അതിനകത്തുള്ളത്. ആ ടേബിളിൽ പക്ഷേ ഒറ്റ ആളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള ടേബിളുകളിലെ ആൾക്കാർക്ക് ആ കാഴ്ച ഒരു കൗതുകം ഉണ്ടാക്കി. ഒരു മനുഷ്യന് ഇത്രയും ആഹാരം കഴിക്കാൻ പറ്റുമോ? ഇനി ഇയാള് കുറച്ച് കഴിച്ചിട്ട് ബാക്കി പാക്ക് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ടാവോ ഓർഡർ ചെയ്തത്? അങ്ങനെ ആളുകൾ ചിന്തിക്കുമ്പോഴേക്കും മാർക്ക് അതങ്ങ് കഴിച്ചു തുടങ്ങി. അനവധി ഡീമനുകളുടെ ഇറച്ചി വിവിധ ശൈലിയിൽ പാചകം ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അവിടെ എത്തിയിരിക്കുന്നത്. മാർക്ക് ഭൂമിയിൽ കഴിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത രുചികരമായ ഭക്ഷണങ്ങളുടെ ഒരു വൻ നിരയാണ് ആ ടേബിളിൽ മാർക്കിന് മുന്നിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ മാർക്ക് തിരിഞ്ഞു നോക്കാതെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ആ ഭക്ഷണത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ആകാശത്തുനിന്ന് ഒരു പക്ഷി ആ റെസ്റ്റോറന്റിന് മുന്നിൽ പറന്നിറങ്ങി. തൊട്ടുപുറകെ മറ്റു പക്ഷികളും. ഇതിനിടയിൽ അനവധി മൃഗങ്ങളും ആ റെസ്റ്റോറന്റ് മുന്നിൽ വന്നു നിന്നു. അതിൽ യാത്ര ചെയ്ത ആളുകളും അവിടെ ഇറങ്ങി. ആദ്യം ആ റെസ്റ്റോറന്റിലേക്ക് കടന്നത് ആ പക്ഷിപ്പുറത്ത് വന്ന 3 ആളുകളാണ്. അവര് റെസ്റ്റോറന്റിലെ റിസപ്ഷന്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അവര് റിസപ്ഷന്റെ ഭാഗത്തേക്ക് വരുന്നത് കണ്ടതും ആ വെയിറ്റർ അങ്ങോട്ട് നടന്നു. റിസപ്ഷന്റെ ഭാഗത്തെത്തിയ ആ ആളുകളുടെ ലീഡർ ഒരു ചിത്രം ആ വെയിറ്റർ കാണിച്ചു. ദാ ഇയാളെ ഇവിടെ ഇങ്ങനെ കണ്ടായിരുന്നു. ആ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയ വെയിറ്റർ ആ ആഗതനോട് പറഞ്ഞു, ഇല്ല ഇവിടെ ഒന്നും കണ്ടില്ല. ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന മാർക്ക് കൗണ്ടറിലോട്ട് നോക്കിയപ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. കൗണ്ടറിന്റെ ഭാഗത്ത് 3 ആളുകൾ നിൽക്കുന്നതാണ് മാർക്ക് കണ്ടത്. ആ 3 പേരുടെയും ഡ്രസ്സിൽ വളരെ വ്യക്തമായും വായിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ എന്നാണ് അവരുടെ ആ ഡ്രസ്സിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകൾ തന്നെ തിരക്കി ഇറങ്ങിയതാണ്. ആ കാഴ്ച കണ്ടതും മാർക്കിന് അത് ഉറപ്പായി. അവര് ഒരു ചിത്രമെടുത്ത് വെയിറ്റർ കാണിക്കുന്നതും മാർക്ക് കണ്ടു. ആ ചിത്രത്തിലേക്ക് നോക്കി വെയിറ്റർ എന്തോ പറയുന്നത് കണ്ട മാർക്ക് അവന്മാർ മാർക്കിനടുത്തേക്ക് വരുന്നതിന് മുന്നേ മുന്നിലുള്ള ആ ഭക്ഷണം കഴിച്ചു തീർക്കാനുള്ള തിടുക്കത്തിലായി. മാർക്ക് അതിവേഗം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ 3 ആളുകളും വെയിറ്ററോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ആ ഫോട്ടോയിൽ കാണുന്ന ആള് അവിടെ എത്തുകയാണെങ്കിൽ അവരെ അറിയിക്കണമെന്നാണ് വെയിറ്ററോട് അവർ പറഞ്ഞത്. ആ 3 പേരും അവർ വന്ന പക്ഷിപ്പുറത്ത് കയറി പറന്നുയർന്ന ഉടൻ തന്നെ മൃഗങ്ങളുടെ പുറത്ത് വന്നിറങ്ങിയ ആ ചെറുപ്പക്കാര് അകത്തേക്ക് കടന്നു. ആ പക്ഷിപ്പുറത്ത് വന്ന ആളുകൾ ആ റെസ്റ്റോറന്റിൽ മടങ്ങാൻ വേണ്ടി ആ ചെറുപ്പക്കാർ റെസ്റ്റോറന്റിന് പുറത്ത് കാത്തു നിൽക്കരുത്. അവർ പോയി കഴിഞ്ഞതും ആ ചെറുപ്പക്കാർ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് കടന്നു. നല്ല സുമുഖന്മാരായ ആ ചെറുപ്പക്കാർ അല്പസ്വല്പം കയ്യൂക്കൊക്കെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അവര് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്ന അവർ
പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. എല്ലാ ടേബിളുകളിലും ആളുണ്ട്. മാർക്കിന്റെ ടേബിളിൽ മാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ടേബിളൊക്കെ ഫാമിലി ടേബിൾ എന്നോ ഗ്രൂപ്പ് ടേബിൾ എന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഏതാണ്ട് ഹൗസ്ഫുൾ ആണ്. മാർക്കിന്റെ അടുത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് ഈ ടേബിള് ഞാൻ റിസർവ് ചെയ്തിരിക്കുകയാണ്, നീ വേഗം മാറ്. അത് കേട്ട മാർക്ക് ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഏയ് നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ റിസർവ് ചെയ്തെന്നു? ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടേബിള് നിങ്ങൾ എങ്ങനെ റിസർവ് ചെയ്യുക? ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞങ്ങൾ റിസർവ് ചെയ്തു എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. അത് കേട്ടതും മാർക്ക് ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, അപ്പോ ഞാൻ നിന്റെ ഭാര്യയെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ എന്റെ അടുത്ത് കൊണ്ടുവിടുവോ? മാർക്കിന്റെ ചോദ്യം ആ റെസ്റ്റോറന്റിനകത്ത് ശരിക്കൊരു പൊട്ടിച്ചിരി ഉണ്ടാക്കിയെന്ന് പറയാം. സകല ടേബിളിൽ നിന്നും ആ ചിരി ഉയർന്നു കേട്ടതും മാർക്കിനോട് സംസാരിച്ച ചെറുപ്പക്കാരന്റെ മുഖം അങ്ങ് ഇരുണ്ടു. അവൻ ഒരിക്കലും അത്തരത്തിലൊരു ചോദ്യം അവനോട് ആരെങ്കിലും ചോദിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാണ്. അവൻ ദേഷ്യത്തോടെ മാർക്കിനോട് പറഞ്ഞു, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാവോ? ഞാൻ ആരെന്നറിയാവോ? അങ്ങനെ അവൻ ചോദിക്കുമ്പോഴേക്കും മാർക്ക് ഭക്ഷണം കഴിച്ച് എണീറ്റിരുന്നു. മാർക്ക് എണീറ്റ് ആ നിമിഷത്ത് തന്നെ മാർക്ക് അവന്റെ തലയെ പിടിക്കുകയും ചെയ്തു. തലയെ പിടിച്ച മാർക്ക് ഒരു ഒറ്റ ഇടി. ആ ടേബിള് ഒടിയാതിരിക്കാൻ വേണ്ടി മാർക്ക് ആ തല കൊണ്ട് ഇടിച്ചത് അവന്റെ തന്നെ കാലിലാണ്. ശരിക്കും അവന്റെ തല പിടിച്ച് അവന്റെ കാലിലേക്ക് ഒരു ഒറ്റ ഇടി ഇടിക്കുകയായിരുന്നു. തലയാണോ കാൽമുട്ടാണോ പൊട്ടിയതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്തോ പൊട്ടിയ ശബ്ദമാണ് കേട്ടത്. അടുത്ത പക്ഷത്തിൽ ഒരു കാര്യം കൂടി സംഭവിച്ചു. ആ ചെറുപ്പക്കാരൻ തറയിൽ അങ്ങ് വീണു. അവൻ ഏതാണ്ട് നിശ്ചലമായി. ആ നിമിഷത്തിൽ ആ ചെറുപ്പക്കാരനൊപ്പം ഉണ്ടായിരുന്ന 3 പേരും പെട്ടെന്ന് മാർക്കിനെ വളഞ്ഞു. ആടാ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനെ തൊട്ടല്ലേ? ഈ ചോദ്യങ്ങളൊക്കെ മാർക്ക് അങ്ങ് ഭൂമിയിൽ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലോ. മാർക്കിന് ഏതാണ്ട് സെക്കൻഡുകളെ വേണ്ടി വന്നുള്ളൂ ആ 3 എണ്ണത്തിനെ ഇടിച്ച് താഴെ ഇടാൻ. 3 പേരും താഴെ വീഴുമ്പോൾ അവരുടെ ആ ഡ്രസ്സിൽ എഴുതിയിരിക്കുന്ന പേര് മാർക്കിന് വായിക്കാൻ പറ്റുന്നുണ്ട്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ചെറുപ്പക്കാരാണ് ആ 4 പേർ. അവരെക്കാൾ സീനിയറായ ആളുകൾ ആ റെസ്റ്റോറന്റിലേക്ക് കയറുന്ന കണ്ടതുകൊണ്ടാണ് നേരത്തെ റെസ്റ്റോറന്റിൽ കയറാതെ മാറി നിന്നത്. മാർക്കിന് കഥ മനസ്സിലാവുന്നുണ്ട്. മാർക്ക് പക്ഷെ അതൊന്നും ആലോചിക്കാതെ ആ ചെറുപ്പക്കാരുടെ ബോഡി മുഴുവൻ ഒന്ന് പരതി തുടങ്ങി. മാർക്ക് പ്രതീക്ഷിച്ച സാധനങ്ങളൊക്കെ ആ ബോഡിയിൽ നിന്ന് കിട്ടി. ഇഷ്ടംപോലെ സ്പിരിറ്റ് കോയിനുകൾ നമ്മുടെ കൈവശമുണ്ട്. ആ സ്പിരിറ്റ് കോയിനുകളൊക്കെ എടുത്ത മാർക്ക് അതിൽ ഒരു പേഴ്സ് ആ സമയത്ത് അവിടേക്ക് വന്ന ആ വെയിറ്ററുടെ കയ്യിലേക്ക് കൊടുത്തു. ആ പേഴ്സ് കയ്യിലേക്ക് വാങ്ങിയ വെയിറ്റർ പെട്ടെന്ന് തന്നെ ആ പേഴ്സ് തിരിച്ച് മാർക്കിന് കൊടുത്തു. എനിക്കത് വേണ്ട, അത് ശരിയാവില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. മാർക്കിന്റെ ഫോട്ടോയാണ് നേരത്തെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകൾ അയാളെ കാണിച്ചത്. മാർക്കിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് അയാൾ യഥാർത്ഥത്തിൽ മാർക്കിന് ആ സമയത്ത് ഒറ്റ കൊടുക്കാതിരുന്നത്. അയാൾ മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, ഇത് ഹെവൻലി ക്ലൗഡ് സെക്ഷനാണ്, അവര് ശരിക്കും ശക്തരാണ്. സുഹൃത്തെ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടും, അവരുമായി ഉടക്കി ഇവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. മാർക്ക് ഒരു വരത്തനാണെന്നും മാർക്കിന് ഹെവൻലി ക്ലൗഡ് സെക്ഷനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നും ആ വെയിറ്റർക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. മാർക്ക് ആ വെയിറ്ററോട് താങ്ക്സ് പറഞ്ഞിട്ട് വെയിറ്ററോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ എന്നെ സഹായിച്ചിരിക്കുകയാണ്, ഈ സഹായത്തിന് ഉറപ്പായും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് കളക്ട് ചെയ്ത ആ സ്പിരിറ്റ് കോയിനുകളുമായി അതിവേഗം റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പൊ മാർക്കിന് ശരിക്കും ഒരു സന്തോഷം ഫീൽ ചെയ്യാണ്. ഒന്നാമത് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റി. രണ്ടാമത്തെ കാര്യം, ഒത്തിരിയേറെ സ്പിരിറ്റ് കോയിനാണ് മാർക്കിന് കിട്ടിയിരിക്കുന്നത്. ആ ചെറുപ്പക്കാർ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ ടീഷർട്ടുകൾ ധരിച്ചിരിക്കുകയാണെങ്കിലും അവരെല്ലാം പണക്കാരന്മാരാണ്. അത് ഉറപ്പാക്കുന്ന ശൈലിയിൽ പണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. മാർക്ക് ചിരിച്ചുകൊണ്ട് റോഡിന്റെ വശത്തുകൂടി അതിവേഗം നടക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം, സുഹൃത്തെ ഒന്ന് നിന്നേ. ശബ്ദം കേട്ട് മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് മാർക്ക് കൊള്ളയടിക്കണമെന്ന് കരുതിയിരുന്ന ആ ചെറുപ്പക്കാരനെയാണ്. അയാൾ ചിരിച്ചുകൊണ്ട് മാർക്കിന് അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ ഈ നാട്ടിൽ പുതിയ ആളാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? നിങ്ങൾ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകളെ കൈവച്ചപ്പോഴേ എനിക്കത് മനസ്സിലായി. ആരെങ്കിലും അവരെങ്ങനെ കയറി കൈവയ്ക്കൂ? അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാവോ? അറിയാമെന്നോ? ഞാൻ ഇവിടുത്തെ കാരനല്ലേ, അപ്പൊ പിന്നെ എനിക്ക് അറിയാതിരിക്കൂ? സുഹൃത്തെ, നിങ്ങൾക്ക് ഇപ്പോ ഒളിക്കാൻ ഒരു സ്ഥലം വേണം അല്ലേ? അതെ, എനിക്കൊരു സ്ഥലം വേണം. മാർക്ക് അറിയാതെ പറഞ്ഞു പോവുകയാണ്. സാരമില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു പ്ലാറ്റ്ഫോമും വേണം. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. തൽക്കാലം ഇവിടെ ഈ റോഡിൽ ഇങ്ങനെ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ആ അടിയേറ്റ് വീണ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ അറിയും. അവിടെ നിന്ന് ആളുകൾ തിരക്ക് വരാനുള്ള സർവ്വ സാധ്യതയുണ്ട്. നമുക്ക്
തൽക്കാലം എന്റെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മാർക്കുമായി അയാളുടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നടക്കുമ്പോൾ മാർക്ക് അയാളോട് ചോദിച്ചു, എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അധികം ധാരണയൊന്നുമില്ല, ഇതേതാ സ്ഥലം? ഏയ് സുഹൃത്തെ, ഇത് സതേൺ പ്രോവിൻസ് ആണ്. സതേൺ പ്രോവിൻസിൽ ഒരുപാട് ടൗണുകളുണ്ട്. പക്ഷേ എല്ലാ ടൗണുകളിലെയും നേതാക്കളെ നിയന്ത്രിക്കുന്നത് ഈ ക്ലൗഡ് സെക്ഷനിലെ ആളുകളാണ്. ക്ലൗഡ് സെക്ഷൻ അത്ര വലുതാണോ എന്നാ? ക്ലൗഡ് സെക്ഷൻ ശരിക്കും ശക്തമാണ്. അപ്പൊ പിന്നെ അവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? സുഹൃത്തെ, അതിന് എന്തെങ്കിലും മാർഗം നമുക്ക് ഉണ്ടാക്കാം. തൽക്കാലം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലേക്ക് ചെല്ലാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് നടന്നപ്പോൾ തന്നെ മാർക്ക് ഫെല്ലറും ആ സുഹൃത്തും അയാളുടെ വീട്ടിലെത്തി. വളരെ മനോഹരമായ ഒരു കോമ്പൗണ്ടും അതിമനോഹരമായ ഒരു ബിൽഡിങ്ങുമാണ് അവിടെ മാർക്കിനെ കാത്തിരുന്നത്. മാർക്ക് അയാൾക്കൊപ്പം ആ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നു. ഭൂമിയിൽ കാണാത്ത അനവധി ചെടികൾ അവിടെ ഉണ്ട്. ആ ചെടികളുടെ പൂക്കൾ പോലും ശരിക്കും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. മാർക്ക് അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ആ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, ഞാനേ 1-2 സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് മടങ്ങി വരാം. തൽക്കാലം നിങ്ങളുടെ സംരക്ഷണത്തിന് ഇവർ 2 പേരും ഉണ്ട്. അവിടെ 2 ബോഡി ഗാർഡുകളുണ്ട്. അവരെ ചൂണ്ടിയാണ് അയാളത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കുമായി വീടിനകത്തേക്ക് കടന്നു. വീടിനകത്തേക്ക് കടന്നതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, ഈ ബ്ലാക്ക് കുടുംബം എവിടെയാണെന്ന് അറിയാവോ? ബ്ലാക്ക് കുടുംബമോ? ഏത് ബ്ലാക്ക് കുടുംബത്തെ കുറിച്ച് നിങ്ങൾ സൂചിപ്പിക്കുന്നത്? അല്ല, ഒരുപാട് ബ്ലാക്ക് കുടുംബം ഉണ്ടോ ഈ ഹെവൻലി റീജിയനിൽ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഉത്തരം പറയാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. സെൻട്രൽ പ്ലെയിനിൽ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുണ്ട്. ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഏറ്റവും ശക്തമായ കുടുംബം ബ്ലാക്ക് കുടുംബമാണ്. അല്ല സുഹൃത്തെ, ആ സെൻട്രൽ പ്ലെയിനിലേക്ക് ഇവിടെ നിന്ന് എങ്ങനെ പോവുക? സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു മാർഗം, നിങ്ങൾ ശക്തനാണെങ്കിൽ സ്വയം നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. ശക്തർക്ക് സ്ഥലങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരു വ്യത്യാസമല്ല. അയാൾ ആ പറഞ്ഞ കാര്യം മാർക്കിന് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും മാർക്ക് കൂടുതൽ ചോദ്യമൊന്നും അതിനോട് ചോദിച്ചില്ല. രണ്ടാമത്തെ മാർഗം ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളാണ്. ഹെവൻലി റീജിയനിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ധാരാളം ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലേതെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം കൂറ്റൻ എയർഷിപ്പുകളാണ്. എയർഷിപ്പുകൾ കിട്ടും, പക്ഷേ ഇതൊക്കെ സംഘടിപ്പിക്കാൻ അല്പം സമയമെടുക്കും. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, ഈ സെൻട്രൽ പ്ലെയിനിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ടോ? സുഹൃത്തെ, ദൂരമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ നൽകാം. നിങ്ങൾ മരിക്കുന്നവരെ നടക്കുക, എന്നിട്ട് വീണ്ടും ജനിക്കുക, പിന്നെയും നടക്കുക. അങ്ങനെ ഒരു 10 ജന്മം നിങ്ങൾ നടന്നാലും നിങ്ങൾക്ക് സെൻട്രൽ പ്ലെയിനിൽ എത്താൻ പറ്റില്ല. അത്ര വിദൂരത്തിലാണ് സെൻട്രൽ പ്ലെയിൻ. ആ ഉത്തരം കേട്ടപ്പോൾ മാർക്ക് ശരിക്കും ഒന്ന് വിഷമിച്ചു. കേട്ടിടത്തോളം മാർക്ക് ഫെല്ലറുടെ എമിലി ബ്ലാക്ക് സെൻട്രൽ പ്ലെയിനിലാണ് ഉള്ളത്. അവിടെ ഈ ഹോളി റീജിയനിലെ ഏറ്റവും ശക്തരായ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ആ ശക്തരായ കുടുംബങ്ങളുടെ കയ്യിലാണ് ഹോളി റീജിയനിലെ ഒട്ടുമുക്കാൽ റിസോഴ്സസും ഉള്ളത്. അവിടെയാണ് എല്ലാം ഉള്ളത്. പക്ഷെ അവിടേക്ക് പോകാൻ മാർക്കിന് നടന്നു പോകുന്ന ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. മാർക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ അയാൾ മാർക്കിനോട് പറഞ്ഞു, പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. നമ്മുടെ ഈ ലീ ഹൗട്ടൺ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ഒരു വനമുണ്ട്. ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് എന്ന അതിനെ വിളിക്കുക. എങ്ങോട്ട് നോക്കിയാലും പച്ച മാത്രം കാണാൻ കഴിയുന്ന ആ ഫോറസ്റ്റ് മറികടന്ന് ഒരക്കം സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ പറ്റില്ല. അതെന്താ? പെട്ടെന്ന് തന്നെ മാർക്ക് ചോദിച്ചു പോവുകയാണ്, സുഹൃത്തെ, ഈ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് അതിശക്തരായ ഡീമനുകൾക്ക് സ്വന്തമാണ്. ആ ഫോറസ്റ്റിനകത്തേക്ക് കയറിയാൽ എത്ര ശക്തനാണെങ്കിലും കൊല്ലപ്പെടും. അതുകൊണ്ടാണ് ആരും വനത്തിലൂടെ സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ ശ്രമിക്കാത്തത്. ആ ചെറുപ്പക്കാരൻ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാർക്കുമായി പങ്കുവെക്കുകയാണ്. അത് കേട്ടതും മാർക്ക് അയാൾ ചോദിച്ചു, അല്ല, ഈ ഏരിയയുടെ മാപ്പ് വല്ലതും കയ്യിലുണ്ടാവുമോ? മാർക്കിന്റെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് മാപ്പ് ഉണ്ടോ എന്നാണ് മാർക്ക് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആ ചെറുപ്പക്കാരൻ അയാളുടെ വീടിനകത്തോട്ട് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ബുക്കുമായിട്ടാണ് വരുന്നത്. ശരിക്കും ഒരു അറ്റ്ലസിന്റെ ശൈലിയിലുള്ള വലിപ്പമുള്ള ഒരു ബുക്ക്. ആ ബുക്ക് അയാൾ മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് മാർക്കിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകത്തിലുള്ള വിവരങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിക്കും. അപ്പോഴേക്കും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പുറത്ത് കാവൽ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞാൽ മതി, അവര് അത് ചെയ്തു തരും. ശരിക്കും നല്ലൊരു ആതിഥേയൻ എങ്ങനെയാണോ പെരുമാറുന്നത് ആ ശൈലിയിൽ ഒരു നല്ല പെരുമാറ്റം ആ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായതും മാർക്കിന് ഒത്തിരി സന്തോഷമായി. മാർക്ക് അയാൾ പോയി കഴിഞ്ഞതും ആ അറ്റ്ലസ് മറിച്ചു തുടങ്ങി. മാർക്കിന്റെ കയ്യിൽ നേരത്തെ കിട്ടിയ മാപ്പ് പോലെ അല്ല ഇപ്പോ മാർക്കിന്റെ കയ്യിലുള്ള ആ പുസ്തകം. ഇവിടെ ഓരോ സ്ഥലത്തെക്കുറിച്ചും വിശദമായ വിവരങ്ങളുണ്ട്. മാർക്ക് നിൽക്കുന്ന ആ സതേൺ പ്രോവിൻസിനകത്ത് ഒരുപാട് പട്ടണങ്ങളുണ്ട്. ഓരോ പട്ടണത്തെയും നിയന്ത്രിക്കുന്നത് അവിടുത്തെ ലീഡറാണ്. ആ ലീഡറെ ഭൂമിയിലെ പോലെ മേയർ എന്നും ഗവർണർ എന്നൊക്കെ വിളിക്കുന്ന
ഒരു ശൈലിയാണ് ഉള്ളത്. മാർക്ക് വളരെ കൗതുകത്തോടെ ആ പേരുകളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ മേഖലയിലെ ശക്തരായ ആളുകളുടെ ഇൻഫർമേഷനും മാർക്കിന് കിട്ടി. സതേൺ പ്രോവിൻസിലെ അതിശക്തരായ ആളുകളാണ് സതേൺ പ്രോവിൻസ് അടക്കി ഭരിക്കുന്നെങ്കിലും വേറെ ശക്തർ ഈ സതേൺ പ്രോവിൻസിന് ചുറ്റുമായിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മാർക്ക് വായിച്ചത്. ഹോളി റീജിയനിൽ എല്ലാ റിസോഴ്സസുകളും ഉണ്ടെന്നുള്ള വിവരം നേരത്തെ തന്നെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വളരെ വിശദമായ കുറിപ്പുകളാണ് ആ പുസ്തകത്തിലുള്ളത്. ഹോളി റീജിയനിലെ 9 കുടുംബങ്ങളും അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളാണെന്നും അവരാണ് ഹോളി റീജിയനിലെ ആ ഹെവൻലി പ്ലെയിനിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്നൊക്കെ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ശക്തർ ബ്ലാക്ക് കുടുംബമാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. മാർക്ക് ആ വിവരങ്ങളൊക്കെ അങ്ങനെ ഒന്നൊന്നായി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഒരു പക്ഷി വന്നു നിൽക്കുന്ന ശബ്ദം മാർക്ക് കേട്ടു. മാർക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ യൂണിഫോം ഡ്രസ്സ് അണിഞ്ഞ ഒരാളാണ് ആ പക്ഷിയുടെ പുറത്തുനിന്ന് താഴെ ഇറങ്ങിയത്. അയാൾക്കൊപ്പം അനവധി ആളുകളും സ്ഥലത്തെത്തി. അവരുടെ കൂട്ടത്തിൽ മാർക്കിന് പരിചയമുള്ള ഒരു മുഖം കണ്ടു. മാർക്കിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനെയാണ് മാർക്ക് കണ്ടത്. ആ ചെറുപ്പക്കാരൻ തന്നെ ഇതാ ഒറ്റിയിരിക്കുന്നു. ആ കാഴ്ച ആ കാര്യം വ്യക്തമാക്കി. മാർക്ക് ഫെല്ലർ അത് കണ്ടതും ആ അറ്റ്ലസ് മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റിയതിനു ശേഷം ആ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മാർക്കിനെ കണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് ചിരിച്ചു. ഹേയ് മിസ്റ്റർ മാർക്ക് ഫെല്ലർ, താങ്കൾ ഇവിടെ ശരിക്കും ഫേമസ് ആണെന്ന് ഇവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാ ഇവരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. ആ ചെറുപ്പക്കാരൻ കൂളായി ആ വാചകം പറഞ്ഞതും ആ ടീമിന് നേതൃത്വം കൊടുക്കുന്ന ആള് ഒന്ന് ചിരിച്ചു. ആ ചിരിക്കുന്ന ആളെ ആ ചെറുപ്പക്കാരൻ മാർക്കിനെ പരിചയപ്പെടുത്തി. മാർക്ക്, ഇത് പ്രൊട്ടക്ടർ റെൻ ആണ്. ഇദ്ദേഹം ഒരു ആൾമൈറ്റി ലെവലിലെ യോദ്ധാവാണ് കേട്ടോ. ശരിക്കും ഒരു ചെറിയ കാര്യം പറയുന്നത് പോലെയാണ് അയാൾ ആ പ്രൊട്ടക്ടർ റെന്നിനെ മാർക്കിന് പരിചയപ്പെടുത്തിയത്. മാർക്ക് പ്രൊട്ടക്ടർ റെന്നിനെ ഒന്ന് നോക്കി. അയാളുടെ പുറത്ത് ഒരു പടച്ചട്ടയുണ്ട്, തലയിലും പടച്ചട്ടയുണ്ട്. ശരിക്കും അയാള് ഒരു ആർമി ജനറൽ ആണെന്ന് വിളിച്ചു പറയുന്ന ശൈലിയിലുള്ള വേഷവിധാനങ്ങളാണ് അയാൾക്കുള്ളത്. ആ പടച്ചട്ടയിൽ വളരെ വ്യക്തമായിട്ട് ആ പേര് വായിക്കാം, ഹെവൻലി ക്ലൗഡ് സെക്ഷൻ. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ വളരെ ഉന്നതമായ പദവിയാണ് അയാൾ വഹിക്കുന്നതെന്ന് അയാളുടെ ആ ബോഡി ലാംഗ്വേജും അയാളുടെ ആ രൂപമൊക്കെ വിളിച്ചു പറയുകയാണ്. അയാളിൽ ആകെ കൗതുകമായി മാർക്കിന് തോന്നിയത് അയാളുടെ മീശയാണ്. ഒരു കുഞ്ഞു മീശ മാത്രമേ അയക്കുള്ളൂ. അയാളുടെ ബോഡിക്ക് പറ്റിയ മീശയൊന്നും അല്ല അയക്കുള്ളതെന്ന് അർത്ഥം. മാർക്ക് ഒന്നും മിണ്ടാതെ ആ പ്രൊട്ടക്ടർ റെന്നിനെ ഒന്ന് നോക്കിയതും റെൻ മാർക്കിനോട് പറഞ്ഞു, ഏയ്, ഇവിടെ ഈ സതേൺ പ്രോവിൻസിൽ എത്തിയിട്ട് ഞങ്ങളുടെ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ വെല്ലുവിളിച്ച് ജീവിക്കാമെന്ന് നീ ധരിച്ചുവെങ്കിൽ ആ ധാരണ തിരുത്തേണ്ട സമയമായിരിക്കുകയാണ്. നീ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് മാപ്പ് നൽകാൻ എനിക്ക് പറ്റത്തുമില്ല. പക്ഷേ നിനക്കുള്ള ശിക്ഷ കുറയ്ക്കാൻ എനിക്ക് പറ്റിയേക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ നീ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിന്റെ കൈകൾ അല്ലെങ്കിൽ കാലുകൾ സ്വയം അരിയാൻ തയ്യാറാകണം. അങ്ങനെ ചെയ്താൽ നിന്റെ ശിക്ഷ കുറച്ചൊന്ന് കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം. മാർക്കിനോട് താല്പര്യമുള്ളത് കൊണ്ട് മാർക്കിന് അയാള് ശിക്ഷയിൽ ഒരു ഇളവ് കൊടുക്കുകയാണെന്ന് ആ ഡയലോഗ് കേൾക്കുന്ന ആർക്കും തോന്നും. അത് കേട്ട് മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ്, വാചകവടി നടത്ത്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യും. മാർക്കിന്റെ ധിക്കാരപരമായ ആ സംഭാഷണം ആ പ്രൊട്ടക്ടർ റെന്നിനെ തെല്ലെന്നുമല്ല ദേഷ്യം പിടിപ്പിച്ചത്. അയാൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ മുന്നോട്ടങ്ങ് കുതിച്ചു. മാർക്കും മുന്നോട്ട് കുതിക്കുകയാണ്. പ്രൊട്ടക്ടർ റെൻ സാധാരണഗതിയിൽ അപൂർവമായിട്ട് മാത്രമാണ് ഫൈറ്റിന് റെഡിയാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്ലൗഡ് സെക്ഷനിലെ ആളുകൾക്കും മാർക്കിനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനും റെന്നിന്റെ ആ യുദ്ധം കാണാൻ ഒരു കൗതുകം. മുന്നോട്ട് കുതിച്ച റെൻ ശക്തമായി മാർക്കിനെ ഇടിക്കുമ്പോൾ മാർക്കും ശക്തമായി തിരിച്ചിടിച്ചു. രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും പെട്ടെന്ന് അവിടെ തീപ്പൊരി ചിതറുകയാണ്. മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ ആ ആർമർധാരി ആഞ്ഞിടിച്ചതും തീപ്പൊരി ചിതറിയ ആ കാഴ്ച ക്ലൗഡ് സെക്ഷനിലെ ആളുകളെ ശരിക്കും അമ്പരപ്പിച്ചു എന്ന് പറയാം. മാർക്കിനെ അവിടെ വിളിച്ചുകൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനും ശരിക്കും ഞെട്ടി. മാർക്ക് ഫെല്ലർ ഒന്ന് 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചതും ആ പ്രൊട്ടക്ടർ റെൻ അയാളുടെ കയ്യിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളൊരു ആൾമൈറ്റി ലെവലിലെ യോദ്ധാവാണ്. അയാളുടെ കൈയെ വേറൊരാൾ തടയ്ക്കണമെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, മറുഭാഗത്തുള്ള ആളും ശക്തനാകണം. മറുഭാഗത്ത് നിൽക്കുന്ന ആളുടെ ബോഡിയിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം പോലുമില്ല. അങ്ങനെയുള്ള ഒരാൾ തന്റെ ഈ കൈ എങ്ങനെ തടുത്തു? അതാണ് അയാൾക്ക് മനസ്സിലാവാത്തത്. ഒരു നിമിഷം അമ്പരന്ന് പോയ അയാൾ മാർക്കിനോട് പറഞ്ഞു,
മിസ്റ്റർ മാർക്ക്, നീ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ച അയാൾ പെട്ടെന്നാണ് ആകാശത്തേക്ക് അങ്ങ് ഉയർന്നത്. മാർക്ക് ഫെല്ലറും അതേ സമയത്ത് ചാടി ആകാശത്തേക്ക് ഉയർന്നു. രണ്ടുപേരും മുഖാമുഖം വരുമ്പോൾ മാർക്ക് ഒരൊറ്റ ഇടി. മാർക്കിനെ ഇടിക്കാനായിട്ടാണ് അയാൾ ചാടി ഉയർന്നത്. പക്ഷേ അയാൾക്ക് ഇടിക്കാൻ കഴിയും മുമ്പ് മാർക്കിന്റെ കൈ അയാളുടെ മുഖത്ത് പതിച്ചു. അയാളുടെ മുഖത്ത് ഒരു കവചമുണ്ട്. വെള്ളി നിറത്തിലുള്ള ആ കവചത്തിലേക്കാണ് മാർക്കിന്റെ കൈ പതിച്ചത്. അതിശക്തമായ മാർക്കിന്റെ ഇടിയിൽ ശരിക്കും അയാൾ പുറകോട്ട് തെറിച്ചു. പെട്ടെന്ന് മുഖത്ത് ഇടിയിട്ടപ്പോ ആരായാലും ഒന്ന് തെറിച്ചു പോകുമല്ലോ. ആ സിൽവർ വേഷധാരി മാർക്കിന്റെ ഇടിയേറ്റ് ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു അമ്പരം. അയാൾക്ക് അയാളുടെ കൈ ഉപയോഗിക്കാൻ കഴിയുന്നതിന് മുമ്പ് മാർക്കിന്റെ ഇടിയേറ്റ് അയാൾ താഴെ വീഴുകയാണ്. ഈ സമയത്ത് മാർക്കിന് താഴെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. താഴെ വീണ റൺ പെട്ടെന്ന് തന്നെ വീണ്ടും റെഡിയായി. അയാൾ ശരിക്കും ഇപ്പോൾ ഉന്മേഷത്തിലാണ്. ഒരു യുദ്ധം ശരിയായ രീതിയിൽ ചെയ്തിട്ട് കാലം ഒരുപാടായെന്ന് വിളിച്ചു പറയുന്ന ഒരു ഭാവം അയാൾക്കുണ്ട്. അയാള് രണ്ട് കൈയും ഒന്ന് ചുരുട്ടിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഈ ക്ലൗഡ് സെക്ഷനിലെ പ്രൊട്ടക്ടറെ കൈവച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നീ ഇത് അറിയാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ചുരുട്ടിയ കൈ പെട്ടെന്ന് അങ്ങ് നിവർത്തി. അയാളെ കൈ നിവർത്തിയതും അനവധി ചങ്ങലകൾ മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോ ചങ്ങലകൾ കൊണ്ട് മാർക്ക് വരിഞ്ഞ് മുറുക്കപ്പെട്ടു. സ്പിരിച്വൽ എനർജി കൊണ്ടുള്ള അതിശക്തമായ ചങ്ങല മാർക്കിന്റെ ബോഡിയെ അങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഒന്ന് ചിരിച്ചു. ചെറുപ്പക്കാരാ, ക്ലൗഡ് സെക്ഷനോട് എതിരിടുമ്പോ ഈ അന്ത്യം നീ മനസ്സിൽ കണ്ടു കാണില്ല. അങ്ങനെ റെന്നൊപ്പമുള്ള ചെറുപ്പക്കാർ പറയുമ്പോൾ റൺ പതുക്കെ പതുക്കെ മാർക്കിനെ അടുത്തേക്ക് വലിക്കുകയാണ്. ശരിക്കും മാർക്കിനെ അയാൾ വരിഞ്ഞു മുറുക്കിയെന്ന് പറയാം. മാർക്കിനെ അയാൾ അടുത്തേക്ക് വലിക്കുമ്പോൾ മാർക്കും അടുത്തേക്ക് മൂവ് ചെയ്യാണ്. ഒരു യന്ത്രമനുഷ്യൻ നടക്കും പോലെയാണ് മാർക്ക് മുന്നോട്ട് നടക്കുന്നത്. മാർക്കിന്റെ ചലനത്തെ അയാൾ വളരെ വ്യക്തമായി നിയന്ത്രിക്കുന്നുണ്ടെന്ന് അത് കാണുന്ന ഏവർക്കും അറിയാം. മാർക്ക് നടന്ന് അയാളുടെ തൊട്ടു മുന്നിലെത്തി. മാർക്കിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പ്രൊട്ടക്ടർ റൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെക്കുറിച്ച് എൽഡർ ബൈഡൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയിരുന്നില്ല. നീ ഒരു സാധാരണ മനുഷ്യരായിരിക്കും എന്നൊരു ധാരണയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നീ ശക്തനാണ്. ശക്തനായതുകൊണ്ടാണ് നിന്നെ എനിക്ക് ഇങ്ങനെ തളയ്ക്കേണ്ടി വന്നത്. അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, നീ എന്നെ തളച്ചു എന്നോ? മാർക്കിന്റെ ചോദ്യത്തിന്റെ പൊരുൾ പ്രൊട്ടക്ടർ റെന്നിന് അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ അടുത്ത നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. മാർക്ക് ഫെല്ലറുടെ വലത് കൈ ആ പ്രൊട്ടക്ടർ റെന്നിന്റെ നെഞ്ചിൽ ആഞ്ഞങ്ങ് പതിച്ചു. മാർക്കിന്റെ കൈ പതിക്കത്തക്ക അത്രയും അകലത്തിലാണ് അയാൾ നിന്നത്. ചങ്ങലയിൽ ബന്ധിതനായിരിക്കുന്ന മാർക്കിനെ ഒരു കാരണവശാലും അവന്റെ കൈ അനക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം റെന്നിന് അറിയാമായിരുന്നു. പക്ഷേ റെന്നിന് മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞില്ല. മാർക്കിന്റെ ബാറ്റിൽ വേർഡ് ഫോർമുലയുടെ 1ാമത്തെ ലെവല് ഇതിനിടയിൽ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. മാർക്കിന് സ്പിരിച്വൽ എനർജി ഇല്ല, പക്ഷേ ആ സമയത്തും ബാറ്റിൽ വേർഡ് ഫോർമുല വർക്ക് ചെയ്യും. മാർക്ക് ആ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തതും ആ ചങ്ങലകൾ ചിതറിയിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ ആ പ്രൊട്ടക്ടർ റെന്നിന് സമയം കിട്ടുമ്പോൾ മാർക്കിന്റെ കൈ അയാളുടെ ബോഡി പതിച്ചു. ശരിക്കും പോയിന്റ് ബ്ലാങ്കിൽ മാർക്കിന്റെ അതിശക്തമായ പഞ്ച് അയാളുടെ ബോഡി ചിതറിപ്പിച്ചു. ഒറ്റയിടിക്ക് പ്രൊട്ടക്ടർ റെന്നിന്റെ ആ പ്രൊട്ടക്ഷൻ കവറ് ചിതറുന്ന കാഴ്ച കണ്ട ആളുകൾ വാ പൊളിച്ച് ആ രംഗത്തേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ ഇടത് കൈയും ആ ബോഡി പതിച്ചു കഴിഞ്ഞു. അടുപ്പിച്ച് 2 പവർഫുൾ പഞ്ച്. മാർക്കിന്റെ 2ാമത്തെ പഞ്ചും ആ ബോഡിയിൽ പതിച്ചതും ആ പ്രൊട്ടക്ഷൻ ഏതാണ്ട് ഇളകി താഴെ വീണു. ഇപ്പോ ബോഡി ചിതറി തുടങ്ങിയാണ്. ആ നിമിഷത്തിൽ മാർക്കിന്റെ വലത് കൈ വീണ്ടും ഒരിക്കൽ കൂടി റെന്നിന്റെ ബോഡി പതിച്ചു. അതിന് ഫലമുണ്ടായി. ഇപ്പോ ആകെ ബാലൻസ് ഉള്ളത് ആ റെന്നിന്റെ തല മാത്രമാണ്. തലയിലെ കവറിൽ മാർക്ക് ഫെല്ലർ പിടിച്ചിരിക്കുകയാണ്. ബാക്കി ബോഡിയാണ് താഴേക്ക് വീണത്. ഈ സംഭവം ശ്വാസം അടക്കി പിടിച്ചാണ് ബാക്കി ആളുകൾ കണ്ടത്. പക്ഷെ ഈ നിമിഷത്തിൽ ആ ബോഡിയിൽ നിന്ന് പുറത്തു ചാടിയ റെന്നിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റ് ആ ബോഡി ഉപേക്ഷിച്ച് അതിവേഗം അവിടെ നിന്ന് ഓടി മാറി. സ്വന്തം ബോഡി ഉപേക്ഷിച്ച് റെൻ ഓടി മാറുന്നത് അയാൾക്കൊപ്പമുള്ള ആളുകളും കണ്ടു. ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ആ നിമിഷത്തിൽ അവർ ഒരൊറ്റ ഓട്ടം. ഇനി അവശേഷിക്കുന്നത് ചിതറി വീണ റെന്നിന്റെ ബോഡിയും പിന്നെ ആ ചെറുപ്പക്കാരനും അയാളുടെ 2 ബോഡി ഗാർഡുകളുമാണ്. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനുമില്ല, ആ 2 ബോഡി ഗാർഡുകളുമില്ല, പിന്നെ ആ ബിൽഡിങ്ങിലെ പല സംവിധാനങ്ങളുമില്ല. അതൊക്കെ തല്ലി തകർത്തതിന് ശേഷം അവിടുന്ന് കളക്ട് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളുമായി
മാർക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് കാടിന്റെ ഭാഗത്തേക്ക് ഓടി ഇറങ്ങിയിട്ട് കാട്ടിലൂടെ അതിവേഗം പായുകയാണ്. മാർക്ക് നേരത്തെ കരുതിയിരുന്നത് ക്ലൗഡ് സെക്ഷനിൽ നിന്ന് മാർക്ക് ഒരുപാട് ദൂരത്ത് എത്തിയെന്നാണ്. പക്ഷെ ആ ചിന്ത തെറ്റാണെന്ന് മാർക്കിന് ഇപ്പോ ബോധ്യമായതേ ഉള്ളൂ. മാർക്ക് അതിവേഗം ആ ഭാഗത്തു നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പ്രിമോഡിയൽ സ്പിരിറ്റുമായി പ്രൊഫസർ റെൻ എൽഡർ ബൈഡന്റെ അടുത്ത് മടങ്ങി എത്തിക്കഴിഞ്ഞിരുന്നു. എൽഡർ ബൈഡനും കൂട്ടരും പ്രൊട്ടക്ടർ റെന്നിന്റെ അവസ്ഥ കണ്ട് ആകെ ഞെട്ടിയെന്ന് പറയാം. ഏയ് റെൻ, എന്താ പറ്റിയേ നിന്റെ ബോഡി എന്തേ? എൽഡർ ബൈഡൻ, അവൻ എന്റെ ബോഡി നശിപ്പിച്ചു. ഏയ് മാർക്ക്, നിന്റെ ബോഡി നശിപ്പിച്ചെന്നു? നീ ഒരു ഓൾമൈറ്റി ലെവലുകാരനല്ലേ? ആ ഓൾമൈറ്റി ലെവലിലുള്ള നിന്റെ ബോഡി അവൻ എങ്ങനെയാ നശിപ്പിക്കുന്നത്? ബൈഡന് ആലോചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് വാർത്ത എറിഞ്ഞ് അവിടെ എത്തിയ റെയ്നിയും ഏതെന്ന് വാ പൊളിച്ച് നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറെ വളരെ അനായാസമായിട്ട് കൊല്ലാൻ കഴിയുമെന്നാണ് അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ കരുതിയിരുന്നത്. ഈ ഹോളി റീജിയനിൽ അവരുടെ ഈ ക്ലൗഡ് സെക്ഷനകത്ത് മാർക്ക് വന്നുപെട്ടാൽ മാർക്കിന്റെ അന്ത്യം ആ നിമിഷം തന്നെ സംഭവിക്കും. അക്കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇപ്പോ കണ്ടതും കേട്ടതും അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിനിടയിൽ മാർക്ക് ഒരുപാട് ദൂരെ കവർ ചെയ്ത് കഴിഞ്ഞു. മാർക്കിന്റെ ലക്ഷ്യം ഇപ്പോ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ആണ്. മാർക്ക് ആ മാപ്പ് പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുത്ത ഒരു വിവരത്തെയാണ് മാർക്ക് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി എതിരിട്ട് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാർക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ഉത്തരം 100 സെക്ഷനാണ്. വേട്ടയാടാൻ താല്പര്യമുള്ള ഒരുപാട് അതിശക്തരായ യോദ്ധാക്കൾ ഈ ഹോളി റീജിയനിലുണ്ട്. ആ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഓർഗനൈസേഷൻ അംഗമായിട്ടുണ്ട്. ആ ഓർഗനൈസേഷനാണ് വേട്ടക്കാരുടെ ഓർഗനൈസേഷൻ, 100 ഓർഗനൈസേഷൻ. ആ 100 ഓർഗനൈസേഷൻ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന് സമീപത്താണ് ഉള്ളത്. മാർക്ക് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ലക്ഷ്യമിട്ടാണ് യാത്ര ചെയ്യുന്നത്. 2 ദിവസം മാർക്ക് ആ ഫോറസ്റ്റ് ലക്ഷ്യമാക്കി ഒത്തിരി യാത്ര ചെയ്തിട്ടും ഒരു സ്ഥലത്തും മാർക്ക് എത്തിയില്ല. മാർക്കിന് ഒരു കാര്യം ബോധ്യമായി, ഈ ശൈലിയിൽ നടന്നാൽ അടുത്ത കാലത്തൊന്നും മാർക്ക് ആ ഫോറസ്റ്റിൽ എത്തില്ല. അതിനു മുന്നേ മാർക്കിനെ തേടി ആ ക്ലൗഡ് സെക്ഷന്റെ ആളുകൾ എത്തും. മറ്റെന്തെങ്കിലും മാർക്ക് ആലോചിക്കണം. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴാണ് ആകാശത്തൂടി പറന്നു പോകുന്ന ആ പക്ഷികളെ മാർക്ക് കണ്ടത്. പല പക്ഷികളുടെ പുറത്തും ആളുകളുണ്ട്. അതുപോലുള്ള ഒരു പക്ഷിയെ പിടികൂടാൻ പറ്റിയാൽ മാർക്കിന് എളുപ്പം ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോവാം. പക്ഷിയെ പിടികൂടാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു കാര്യമുള്ളത്, പക്ഷിയുള്ള ഏതെങ്കിലും ആളിന്റെ പക്ഷിയെ മോഷ്ടിക്കണം. മോഷണം ഇപ്പൊ മാർക്കിന് വഴങ്ങുമെന്ന് മാർക്കിന് എന്നെ അറിയാം. ആ ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാർക്ക് റോഡിലോട്ട് കയറി. റോഡിലൂടെ നടക്കുന്ന മാർക്ക് അനുയോജ്യമായ ഒരു പ്ലേസ് നോക്കിയാണ് നടക്കുന്നത്. അങ്ങനെ നടന്ന മാർക്ക് ഒരു റെസ്റ്റോറന്റിന് സമീപമെത്തി. മാർക്ക് ആ ക്ലൗഡ് സെക്ഷനിലെ എള്ളർ റെന്നിനെ തല്ലിയതിനു ശേഷം ഇപ്പോ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. മാർക്ക് ആ റെസ്റ്റോറന്റിനുള്ളിൽ കയറി ചില ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഓർഡർ കൊടുത്തു. മാർക്ക് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ സംസാരിക്കുന്നത് മാർക്കിന് കേൾക്കാം. നിങ്ങൾ അറിഞ്ഞോ, പുതുതായിട്ട് ഈ ഹോളി റീജിയനിൽ വന്ന ഒരാള് നമ്മുടെ ക്ലൗഡ് സെക്ഷനുമായി ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ക്ലൗഡ് സെക്ഷനിലെ പ്രൊട്ടക്ടർ റെന്നില്ലേ, അദ്ദേഹത്തെ അയാള് ശരിക്കും ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. അയാളുടെ ബോഡി വീക്ഷിച്ച് റെന്നിന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ബോഡി വീക്ഷിച്ച് രക്ഷപ്പെടുന്നു. അതിന്ന് പ്രൊട്ടക്ടർ റെന്നിന് അതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ഏയ്, പ്രൊട്ടക്ടർ റെൻ ഒരു ഓൾമൈറ്റി ലെവലിലെ യോദ്ധാവല്ലേ? അദ്ദേഹത്തെ ഒരാൾ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റേ ആളും അതേ ശൈലിയിൽ ശക്തനെന്നല്ലേ? അതെ, എന്നാ ഞാനും കേട്ടത്. ശരിക്കും അയാളെ തിരക്കി ഇപ്പോ ആ ക്ലൗഡ് സെക്ഷനിൽ നിന്ന് ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 3 പ്രൊട്ടക്ടേഴ്സിനെയാണ് ക്ലൗഡ് സെക്ഷൻ ഇപ്പോ നിയോഗിച്ചിരിക്കുന്നത്. 3 പ്രൊട്ടക്ടേഴ്സിനെയോ? അതേന്ന് 3 പേരെ. അയ്യോ, ഇതൊരു അതിശയമാണല്ലോ. ആദ്യമായിട്ടാണ് 3 പ്രൊട്ടക്ടർമാരെയൊക്കെ ഒരാളെ വേട്ടയാടാൻ വേണ്ടി ക്ലൗഡ് സെക്ഷൻ നിയോഗിക്കുന്നത്. ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണല്ലോ കേൾക്കുന്നത്. ആളുകൾ ആ ക്ലൗഡ് സെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ കൗതുകപൂർവ്വം അത് കേട്ടിരിക്കുകയാണ്. മാർക്ക് ആ സംഭാഷണത്തിന്റെ ഭാഗമാകാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിമനോഹരമായ ഒരു പക്ഷി ആ റെസ്റ്റോറന്റിന്റെ തൊട്ടുമുന്നിൽ പറന്നിറങ്ങി. 7 നിറങ്ങളുള്ള ഒരു നല്ല രസമുള്ള ഒരു പക്ഷിയാണ് അവിടെ വന്നത്. ആ പക്ഷിയുടെ പുറത്തുനിന്ന് ഒരാൾ താഴെ ഇറങ്ങി. അതിനുശേഷം അയാൾ ആ പക്ഷിയുടെ ചുറ്റും കവർ ചെയ്തിരിക്കുന്ന ചങ്ങലയിൽ ഒരു പൂട്ട് പിടിപ്പിച്ചു. അയാള് ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം ചിരിച്ചുകൊണ്ട് റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് കടന്നു. ഒരു ഷോ കാണിക്കുന്ന ഒരാളാണെന്ന് അയാളുടെ ആ നടത്തവും ഭാവവും കാണുന്ന ആർക്ക് മനസ്സിലാവും.
അയാൾ അകത്തേക്ക് നടക്കുമ്പോൾ തന്നെ അകത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, കണ്ട എന്റെ പെറ്റ് ബേർഡിനെ കണ്ട 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 എന്റെ പെറ്റ് ബേർഡിനെ കണ്ട. അയാൾ ഇങ്ങനെ പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. അയാളെ കൗതുകപൂർവ്വം മാർക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അയാൾ ആളുകളോട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഇതുപോലുള്ള 7 എണ്ണമുണ്ട്. ഏയ് സുഹൃത്തെ, അതിന് എന്ത് വില വരും? ഓ, അതിന് വലിയ വിലയൊന്നും കൊടുത്തില്ല. ഞാനൊരു 1 മില്യൺ സ്പിരിറ്റ് കോയിൻ കൊടുത്തു, അത്രയേ ഉള്ളൂ. 1 മില്യൺ സ്പിരിറ്റ് കോയിൻ വളരെ കൂളായി വലിച്ചെറിയാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് താനെന്ന് ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ അവന് പ്രത്യേക താല്പര്യമുണ്ട്. എല്ലാവരും അമ്പലപ്പോടെ അവൻ നോക്കുമ്പോൾ അവൻ പറഞ്ഞു, ഏയ് അതൊന്നും വലിയ കാര്യമില്ല, ഇത് വീട്ടിലെ ഏറ്റവും ചെറിയ സംഭവമാണ്. വീട്ടിലുള്ള വലുതൊക്കെ വലിയ വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അവന്റെ വീട്ടിൽ ഒരുപാട് ആ ശൈലിയിലുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് ആളുകളോട് അവൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങി. മാർക്ക് ആ വ്യക്തിയുടെ അടുത്തുള്ള നടക്കുന്ന കണ്ടതും അയാൾ മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, അത് കണ്ട എന്റെ പെറ്റ് ബേർഡാണ്, നിനക്ക് വേണമെങ്കിൽ അതിനൊന്ന് തൊട്ടു നോക്കാം, പ്രത്യേകിച്ച് കാശൊന്നും തരണ്ട. അത് കേട്ടപ്പോൾ മാർക്ക് ഒന്ന് ചിരിച്ചു. മാർക്ക് ചിരിച്ചുകൊണ്ട് റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങി ആ പെറ്റ് ബേർഡിന്റെ അടുത്തെത്തി. മാർക്ക് അതിന്റെ പുറത്തുകൂടി ഒന്ന് തടവുകയാണ്. ഈ സമയത്ത് റെസ്റ്റോറന്റിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ ആ അഴകിയ രാവണനോട് ചോദിച്ചു, ഹേയ് സുഹൃത്തെ, നിങ്ങളുടെ ഈ പെറ്റ് ബേർഡിനെ ആരെങ്കിലും മോഷ്ടിച്ചിട്ട് പോയില്ലേ? മോഷ്ടിക്കാനോ? നിങ്ങള് അതിന്റെ പൂട്ട് കണ്ടില്ലേ? ആ ചങ്ങലയും പൂട്ടും അതൊരു സംഭവമാണ്. അതിന് ഞാൻ എന്ത് വില കൊടുത്തറിയാവോ? 1,00,000 സ്പിരിറ്റ് കോയിൻ കൊടുത്താ ഞാനത് വാങ്ങിച്ചത്. അത് ഉണ്ടെങ്കിൽ ഒരാൾക്കും ആ ബേർഡിനെ തൊടാൻ പറ്റില്ല. അങ്ങനെ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ പൂട്ടിലൊന്ന് പിടിച്ചു നോക്കി. ശരിക്കും നല്ല പൂട്ടാണ്. ആ പൂട്ടിൽ താക്കോൽ ഉണ്ടെങ്കിലേ തുറക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ച മാർക്ക് റെസ്റ്റോറന്റിലേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ ആ പൂട്ടിലൊന്ന് അമർത്തി പിടിച്ചു. അടുത്ത നിമിഷത്തിൽ ആ പൂട്ട് പതുക്കെ അങ്ങ് പൊട്ടി. അല്പസമയം കഴിഞ്ഞപ്പോ റെസ്റ്റോറന്റിനകത്തിരിക്കുന്ന ആളുകൾ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഹേയ് സുഹൃത്തെ, നിങ്ങളുടെ ആ ബേർഡിനെ പോലും ഒരെണ്ണം ഈ ജനാലയുടെ അപ്പുറത്തൂടെ പറക്കുന്നുണ്ട. അത് കേട്ടതും ആ ചെറുപ്പക്കാരൻ കൗതുകത്തോടെ ആ ജനാലയുടെ പുറത്തേക്ക് നോക്കി. ശരി തന്നെ, അയാളുടെ ആ 7 നിറമുള്ള പക്ഷിയുടെ അതേ ശൈലിയിലുള്ള ഒരെണ്ണം അതാ ആ ജനാലയുടെ അപ്പുറത്തുകൂടി പറന്ന് ആകാശത്തേക്ക് പൊങ്ങുകയാണ്. ശരിയാണല്ലോ, എട്ടതുപോലെയുണ്ട്, നല്ല രസമുണ്ട്, പക്ഷെ എന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അയാൾ ചിരിച്ചുകൊണ്ടും അങ്ങനെ പറഞ്ഞതും അയാളോട് സംസാരിക്കുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞു, അല്ല സുഹൃത്തെ, അത് ഇനി നിങ്ങളുടേത് തന്നെയാണോ? എന്നത് ഞാൻ അവിടെ പൂട്ടിയിട്ടിരിക്കല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ വാതിലിന് നേരെ നോക്കിയപ്പോ വാതിലിന്റെ അടുത്തുണ്ടായിരുന്ന അയാളുടെ ആ പെറ്റ് ബേർഡിനെ കാണാനില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും ആ ചെറുപ്പക്കാരൻ അതിവേഗം റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് ഓടി. അയാൾ ഓടി വരുമ്പോ മാർക്ക് ഫെല്ലർ ആ പക്ഷിയും കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നിരുന്നു. പക്ഷെ ആ പക്ഷി മാർക്ക് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ആ പക്ഷി മാർക്ക് പറയുന്ന ഭാഗത്തേക്ക് പറക്കാതെ റെസ്റ്റോറന്റ് ചുറ്റുമായി ഇട്ട് കറക്കുകയാണ്. മാർക്ക് അതിനോട് പറയുകയാണ്, എടാ എനിക്ക് പോകേണ്ടത് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്കാണ്. ആ പക്ഷിയോട് എന്താണ് പറയേണ്ടതെന്നോ ആ പക്ഷി എങ്ങനെ നിയന്ത്രിക്കണമെന്നും മാർക്കിന് അറിയത്തില്ല. മാർക്കിന് അറിയാവുന്ന ഭാഷയിൽ ആ പക്ഷിയോട് സംസാരിക്കുകയാണ്. പക്ഷെ അത് മാർക്ക് പറയുന്നൊന്നും കേൾക്കാതെ റെസ്റ്റോറന്റിന് ചുറ്റും ഇങ്ങനെ കറക്കുന്ന കണ്ടതും മാർക്ക് ആ പക്ഷിയുടെ തലയിൽ കൈവച്ചിട്ട് ഒന്ന് അമർത്തി. നല്ല പ്രഷർ മാർക്ക് ആ കൈ അമർത്തുമ്പോൾ ആ പക്ഷിയുടെ പുറത്ത് അനുഭവപ്പെട്ടു തുടങ്ങി. മാർക്ക് ആ പക്ഷിയോട് പറഞ്ഞു, വേല കാണിച്ചാൽ നിന്നെ ഒറ്റയടിക്ക് ഞാൻ തീർക്കും. മര്യാദയ്ക്ക് ആ വനത്തിന് നേരെ പറക്ക്. അങ്ങനെ പറന്നാൽ അവിടെ എത്തുമ്പോൾ നിന്നെ ഞാൻ മോചിപ്പിക്കാം. മാർക്ക് ഇപ്പൊ പറഞ്ഞത് ആ പക്ഷിക്ക് മനസ്സിലായെന്ന് ആ പക്ഷി വേഗം പറന്നു തുടങ്ങിയപ്പോൾ മാർക്കിന് മനസ്സിലായി. മാർക്കിനെയും കൊണ്ട് ആ പക്ഷി അങ്ങനെ പറക്കുകയാണ്. മാർക്കും പക്ഷിയും കൂടി ആകാശത്തൂടെ അങ്ങനെ പറന്നു പോകുമ്പോൾ മാർക്ക് ആ ബാറ്റിൽ ഫോർമുലയുടെ അടുത്ത ലെവല് പ്രാക്ടീസ് തുടങ്ങി. മാർക്കിന് ഇഷ്ടംപോലെ സമയം കിട്ടുകയാണ്. ആകാശത്ത് മാർക്കിനെ അലോസരപ്പെടുത്താൻ വേറെ ഒന്നുമില്ല. മാർക്ക് പോകുന്നത് ആ വനത്തിന് നേരെ ആയതുകൊണ്ട് അവിടെ വലിയ ട്രാഫിക്കുമില്ല. ആളുകളൊക്കെ ടൗൺ ബേസ് ചെയ്താണ് ആകാശത്തുള്ള യാത്ര ചെയ്യുക. 2 പകലും 2 രാത്രിയും കഴിഞ്ഞപ്പോൾ ആ പക്ഷി മാർക്കിനെ ഏതാനും വീടുകളുള്ള ഒരു സ്ഥലത്തിന് സമീപത്തായി കൊണ്ടുവന്നു. ആകാശത്ത് ഒന്ന് വട്ടമിട്ടതിന് ശേഷം ആ പക്ഷി ആ വീടിന് സമീപത്തായി ഒന്ന് താന്നു. അവിടെ വലിയൊരു ബോർഡ് മാർക്ക് കണ്ടു, ഹണ്ടർ ഓർഗനൈസേഷൻ. 2 പകലും 2 രാത്രിയും അതിവേഗതയിൽ പറന്നതിന് ശേഷമാണ് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന് സമീപത്തുള്ള ആ ഹണ്ടർ ഓർഗനൈസേഷന്റെ ആസ്ഥാനത്തേക്ക് ആ പക്ഷി എത്തിയത്. മാർക്ക് നടക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരുപാട് നാള് മാർക്കിന് നടക്കേണ്ടി വന്നനെ. ആ കാര്യമാണ് പക്ഷിയുടെ പുറത്തുനിന്നിറങ്ങുമ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷിയുടെ പുറത്തുനിന്നിറങ്ങിയ മാർക്ക് അതിനെ പുറത്തുനിന്ന് തട്ടിയിട്ട് അതുകൊണ്ട് പറഞ്ഞു, ഈ നിമിഷം മുതൽ നീ സ്വതന്ത്രയാണ്. അത് കേട്ടതും ആ പക്ഷി ഒന്ന് ചിറകടിച്ച് ആകാശത്തേക്ക് അങ്ങ് പറന്നുയർന്നു. മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് നടന്ന് ആ ഹണ്ടർ ഓർഗനൈസേഷന്റെ കൗണ്ടറിന്റെ ഭാഗത്ത് വന്നു.
മാർക്ക് ഫെല്ലർ ഒരു പക്ഷിപ്പുറത്ത് വന്നിറങ്ങുന്നതും അവിടെ നിന്ന് താഴേക്ക് നടന്നു വരുന്നതും കൗണ്ടറിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനും അവിടെയുള്ള ബാക്കി ഹണ്ടേഴ്സും ഒക്കെ കണ്ടിരുന്നു. അവര് നടന്നു വരുന്ന മാർക്കിനെ നോക്കി ഡയലോഗ് പറയുകയാണ്. ഇപ്പോ പണക്കാരന്മാരുടെ മക്കളൊക്കെ വേട്ടയാടൽ ഒരു ഫാഷനാക്കി എടുത്തിരിക്കുകയാണ്. ഇതാ ഒരുത്തം വരുന്ന കണ്ടില്ലേ? മാർക്ക് ശരിക്കും ഒരു പണക്കാരന്റെ മകനാണെന്ന് വിളിച്ചു പറയുന്ന ഒരു വരവാണ് അവർ കണ്ടത്. 7 നിറങ്ങളുള്ള പക്ഷിയൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരു പക്ഷിപ്പുറത്ത് അവിടെ എത്താൻ കഴിയുന്ന ആള് ചില്ലറക്കാരനല്ല. അക്കാര്യം ആ ഹണ്ടേഴ്സിനൊക്കെ അറിയാം. മാർക്ക് ഫെല്ലർ അവര് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൗണ്ടറിൽ എത്തിയത്. കൗണ്ടറിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനോടായി മാർക്ക് പറഞ്ഞു, ഞാൻ ഈ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ വന്നതാണ്. മാർക്ക് പറഞ്ഞത് കേട്ടതും കൗണ്ടറിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ മാർക്കിനോടായി പറഞ്ഞു, ഓ ഇപ്പൊ രക്ഷിതാക്കൾക്ക് പണമുണ്ടെങ്കിൽ മക്കൾക്ക് എന്തോ ആവാലോ, ഒരു ഹോബിയല്ലേ ഹണ്ടിങ് എന്ന് പറയുന്നത്. എടോ പക്ഷേ ഇവിടെ ഈ ഹണ്ടിങ് ഒരു ഹോബിയൊന്നും അല്ല കേട്ടോ, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. അല്ല, ഞാൻ ഉറപ്പായും ജോയിൻ ചെയ്യാൻ വന്നതാണ്. നിന്നോട് ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു. ഇവിടുത്തെ ഹണ്ടിങ് ഒരിക്കലും ഒരു ഹോബിയല്ല. ഇവിടെ ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. നിന്നെപ്പോലെ വായിൽ വെള്ളക്കരണ്ടിയുമായി ജനിച്ച ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു പണിയല്ല ഇവിടുത്തെ ഹണ്ടിങ്. വളരെ മുൻവിധിയോടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്കിന് അയാൾ സംസാരിക്കുന്ന ഭാഷ കേട്ടപ്പോ, അതിന്റെ ആ ടോൺ കേട്ടപ്പോ ഒരു കാര്യം മനസ്സിലായി. മാർക്ക് ആ പക്ഷിപ്പുറത്ത് വന്നിറങ്ങിയ കാഴ്ചയാണ് അയാളെ അലോസരപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കിയ മാർക്ക് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, സുഹൃത്തെ അത് എന്റെ പക്ഷിയൊന്നുമല്ല, ഞാൻ വേറെ ആളിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതെന്തെങ്കിലും ആവട്ടെ, നീ ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ടെസ്റ്റ് നടത്തണം. നോക്ക്, സ്പിരിച്വൽ എനർജി വെച്ചുള്ള ടെസ്റ്റ് ആണെങ്കിൽ അത് വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നീ ഒരു കാര്യം ചെയ്യ്, ആ വനത്തിലേക്ക് ചെന്ന് ഒരു ഡീമനിക് പേഴ്സനെ കൊന്നുകൊണ്ടുവാ. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ആ ശൈലിയിൽ നടത്തിയതായി ഞാൻ രേഖപ്പെടുത്താം. ആ ഹണ്ടർ ഓർഗനൈസേഷനിൽ നിയമമുണ്ട്, ശക്തരെ മാത്രമേ അവരെടുക്കൂ. 2 രീതിയിൽ ശക്തി പ്രകടിപ്പിക്കാം. ഒന്നുകിൽ അവിടെയുള്ള ആ സ്പിരിച്വൽ എനർജി അളക്കുന്ന സ്റ്റോണിൽ കൈവച്ച് സ്കോർ കാണിച്ച് ആ സ്കോർ ഹണ്ടർ ഓർഗനൈസേഷൻ വെച്ചിരിക്കുന്ന ആ ബെഞ്ച് മാർക്കിന് മുകളിലാണെങ്കിൽ സെലക്ഷൻ കിട്ടും. അതല്ലെങ്കിൽ നേരെ വനത്തിലേക്ക് അടക്കുക. അവിടെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. അതിൽ മൈറ്റി ലെവലിലുള്ള ഏതെങ്കിലും ഒരു വന്യമൃഗത്തെ കണ്ടെത്തി അതിനെ കൊന്ന് അതിനെ അവിടെ എത്തിക്കുക. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം കേട്ടതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, ഓക്കെ ഞാൻ ഇപ്പോ അത് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് തിരിഞ്ഞു പോലും നോക്കാതെ വനത്തിന് നേരെ നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ അതിവേഗം ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് നേരെ നടക്കുന്ന കണ്ടതും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റ് ഹണ്ടേഴ്സ് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ അടുത്ത് വന്നു. ഏയ് ജിൻസൺ, നിങ്ങൾ എന്തായി ചെയ്തത്? അയാളെ കൊലക്ക് കൊടുത്തു. അതിന് ജിൻസന് മറുപടിയുണ്ട്. പണത്തിന്റെ കൊഴുപ്പല്ലേ അവൻ കാണിക്കുന്നത്. അവന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച പണം അടിച്ചു തിമിർക്കാനായിട്ട് ഇവിടെ വന്നാൽ പിന്നെ ഞാൻ അവനെ സംരക്ഷിക്കണോ? അനുഭവിക്കട്ടെ. ജിൻസന് ദേഷ്യം കൊണ്ട് മാറുന്നില്ല. ഈ പണമുള്ളവരൊക്കെ മക്കളെ വളർത്തി താലോലിച്ച് കൊഞ്ചിച്ച് ഒരു പരുവമാക്കി വെക്കും. അങ്ങനെ പരുവമാക്കപ്പെടുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ജിൻസിന് നല്ല ധാരണയാണ്. മാർക്ക് ഫെല്ലറുടെ ആ വന്നിറങ്ങിയ ആ വരവ് കണ്ടപ്പോഴേ അയാൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ഭയങ്കര കാശുകാരനാണ്. ഇവൻ ഏതോ വലിയ കോടീശ്വരന്റെ മകനാണ്. ആഹാരമൊക്കെ കഴിച്ച് നല്ല തടിയൊക്കെ ആയപ്പോ ഹണ്ടിങ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാതെ അവന് ഹണ്ടിങ്ങിനുള്ള ഒരു താല്പര്യമില്ല. അവൻ ആ വേട്ടക്കിറങ്ങി കൊല്ലപ്പെടുകയാണെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ ഒരു ചിന്തയാണ് ജിൻസനുള്ളത്. ജിൻസനോട് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ഹണ്ടേഴ്സ് ലേശം വിഷമത്തോടുകൂടിയാണ് ആ വനത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നത്. പുതുതായി അവിടെ വന്ന ചെറുപ്പക്കാരനെ ശരിക്കും വേട്ടയ്ക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ പറഞ്ഞു വിട്ടത് ശരിയായില്ല. അങ്ങനെ ആളുകൾ പരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ തിരികെ വരുന്ന കാഴ്ച അവർ കണ്ടു. മാർക്ക് ഒരു മൈറ്റി ലെവൽ വൈൽഡ് ബീസ്റ്റുമായിട്ടാണ് അവിടേക്ക് കടന്നു വന്നത്. റെഡ് റാബിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മൃഗത്തിനെ വലിച്ചിഴച്ചുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ അങ്ങോട്ട് വന്നത്. ആ മൃഗത്തിനെ കൊണ്ടുവന്ന് കൗണ്ടറിന്റെ ഭാഗത്തിട്ട മാർക്ക് ജിൻസിനോട് ചോദിച്ചു, സുഹൃത്തെ ഇതൊരു മൈറ്റി ലെവലാണെന്ന് ഞാൻ ഉറപ്പാക്കിയിട്ടാണ് ഇതിനെ കൊന്നത്. ജിൻസൺ ആകെ ഞെട്ടിയെന്ന് പറയാം. ഈ ശൈലിയിൽ ഒരു മൈറ്റി ലെവൽ വൈൽഡ് ബീസ്റ്റിനെ കൊല്ലാനുള്ള കപ്പാസിറ്റി ആ ചെറുപ്പക്കാരന് ഉണ്ടെന്ന് അവൻ തീരെ കരുതിയിരുന്നില്ല. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, ബാ പേരെഴുത്ത്. മാർക്ക് ഉടനെ മാർക്കിന്റെ പേരെഴുതി. പേര് മാത്രമേ മാർക്കിന് എഴുതാനുള്ളൂ, ബാക്കി അഡ്രസ് ഒന്നും മാർക്കിനില്ല. മാർക്ക് ഫെല്ലർ അതാണ് എഴുതിയ പേര്. ആ പേരൊന്ന് വായിച്ചു നോക്കിയിട്ട് ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, എന്റെ പേര് ജിൻസൺ. ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പറ്റൂ. നിയമത്തിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നിലനിൽക്കുന്നത് ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളോട് പലതരത്തിലുമുള്ള മൃഗങ്ങളുടെ ഇറച്ചി ആവശ്യപ്പെടും.
അവരാവശ്യപ്പെടുന്ന ഇറച്ചി അവർക്ക് കൊടുക്കാനായിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് പോകുന്നത്. അവരാവശ്യപ്പെടുന്ന മൃഗത്തെ കൊന്ന് ആ മൃഗത്തെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജോലി കഴിഞ്ഞു. അവരുടെ ആവശ്യം ചിലപ്പോൾ വളരെ പ്രയാസപ്പെട്ട ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടാനാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും കൂടും. ജിൻസൺ അവിടുത്തെ നിയമങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഒരു കാരണവശാലും ഇവിടുത്തെ നിയമം തെറ്റിക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരു അവസരം നിങ്ങൾ ഏറ്റെടുത്താൽ അത് കൃത്യമായി നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്താലേ അടുത്ത അവസരം നിങ്ങൾക്ക് കിട്ടും. ജിൻസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവിടേക്ക് വേറൊരാൾ കടന്നു വന്നു. ആ ആളെ കണ്ടപ്പോ മാർക്ക് കൗതുകപൂർവ്വം അയാള് നോക്കി പോവുകയാണ്. ചാങ് മാങ്ങിനെ പോലെ ഒത്ത ശരീരമുള്ള ഒരു മനുഷ്യനാണ് അവിടേക്ക് വന്നത്. അയാളുടെ മുന്നിൽ മാർക്ക് നിൽക്കുമ്പോൾ ശരിക്കും മാർക്ക് വളരെ ചെറുതായി പോവുകയാണ്. ആ പൊക്കമുള്ള മനുഷ്യനെ ചൂണ്ടി ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഇത് മിസ്റ്റർ ഗെവിൻ ഗില്ലർ. ഗെവിൻ ഗില്ലർ ആയിരിക്കും നിങ്ങളുടെ മെന്റർ. ഗെവിനോടൊപ്പം നിന്ന് ഈ വനത്തിലെ വേട്ടയാടൽ നന്നായി ഒന്ന് പഠിക്കും. അങ്ങനെ പറഞ്ഞതും ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ബാ, ഞാന് ഇവിടെയുള്ള സംവിധാനങ്ങളൊക്കെ പരിചയപ്പെടുത്താം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗെവിൻ മാർക്കുമായി അകത്തേക്ക് നടന്നു. അവിടെ അധികം കെട്ടിടങ്ങളൊന്നുമില്ല. ഹണ്ടേഴ്സിന് താമസിക്കാനുള്ള കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കെട്ടിടത്തിലേക്ക് നടക്കുമ്പോൾ മാർക്ക് ഗെവിനോട് പറഞ്ഞു, ഗെവിൻ, ഇവിടെ എവിടെയാണ് ലൈഫ് എനർജി ലഭിക്കുന്ന സ്ഥലങ്ങളുള്ളത്? ഹേയ് മാർക്ക്, അതെന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ലൈഫ് എനർജി വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമുക്ക് ശേഖരിക്കാൻ പറ്റുക. ലൈഫ് എനർജി ഉള്ള ജീവികൾ നമ്മുടെ ഈ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തുണ്ട്. പക്ഷേ അവിടേക്കൊക്കെ പോവുകയെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ നമുക്ക് വേട്ടയ്ക്ക് പോകാൻ കഴിയുന്ന സ്ഥലം കൃത്യമായും തിരിച്ചിട്ടുണ്ട്. അതുവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വേട്ടയാടാം. അതിനും അപ്പുറത്തേക്ക് പോയാൽ അപകടമാണ്. അവിടെ നമുക്ക് തൊടാൻ കഴിയാത്ത വന്യ മൃഗങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത ശൈലിയുള്ള സ്പീഷ്യസ് ഉള്ള മൃഗങ്ങളുമുണ്ട്. പക്ഷേ അവിടെയാണ് നീ പറഞ്ഞ ഈ ലൈഫ് എനർജി ഉള്ളത്. ആർക്കാ ലൈഫ് എനർജി വേണ്ടത്? അത് കേട്ടപ്പോൾ മാർക്ക് പറഞ്ഞു, അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. മാർക്കിന് ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. ട്യൂലൈറ്റ് എനർജി മാർക്കിന്റെ പുറത്തടിച്ചോടുകൂടി മാർക്കിന്റെ ദേഹത്തുണ്ടായിരുന്ന ആ സ്പിരിച്വൽ എനർജി പൂർണ്ണമായും വറ്റിപ്പോയിരിക്കുകയാണ്. ആ വറ്റിപ്പോയ സ്പിരിച്വൽ എനർജി തിരിച്ചു പിടിക്കാൻ മാർക്കിനെ സഹായിക്കുന്ന സംവിധാനത്തെയാണ് ലൈഫ് എനർജി എന്ന് വിളിക്കുക. ലൈഫ് എനർജിയും ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരാളുടെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി സീറോയിലേക്ക് എത്തിക്കാൻ ട്യൂലൈറ്റ് എനർജിക്ക് കഴിയുമെങ്കിൽ ലൈഫ് എനർജിക്ക് സ്പിരിച്വൽ എനർജി സീറോയിൽ നിന്ന് മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ട്യൂലൈറ്റ് എനർജി സന്ധ്യാ സമയത്തുള്ള പ്രകാശത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു എനർജിയാണ്. ഒരാളെ വയസ്സാക്കിപ്പിക്കുന്ന എനർജി. ലൈഫ് എനർജി ഒരാളെ യൗവനത്തിലേക്ക് മടക്കിക്കൊണ്ടിരുന്ന എനർജിയാണ്. മാർക്ക് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ലൈഫ് എനർജി ലഭിക്കാൻ മാർക്കിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഈ ഹണ്ടർ ഓർഗനൈസേഷൻ ആണെന്ന് മാർക്കിന് ഇപ്പൊ ഏകദേശം ധാരണയുണ്ട്. സ്പിരിച്വൽ എനർജി തിരിച്ചു പിടിച്ചാലേ മാർക്ക് ആഗ്രഹിക്കുന്ന പോലെ ആ സെൻട്രൽ പ്ലെയിനിലേക്ക് പോയി ബ്ലാക്ക് കുടുംബത്തിലുള്ള എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കാൻ പറ്റും. അതിന് മാർക്കിനെ എത്രയും പെട്ടെന്ന് നേടേണ്ടത് ആ ലൈഫ് എനർജിയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മാർക്ക് ഈ ഗെവിനുമായി സംസാരിക്കുന്നത്. ഗെവിൻ ഗെല്ലർ മാർക്കിനെയും കൊണ്ട് നേരെ പോയത് ഒരു സ്റ്റോറിലോട്ടാണ്. അവിടെ വിവിധ ശൈലിയിലുള്ള ആയുധങ്ങളും വിവിധ ശൈലിയിലുള്ള ആർമറുകളും ഉണ്ട്. മാർക്കിന്റെ ബോഡിക്ക് അനുയോജ്യമായ ആർമറും ആയുധങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഏതെങ്കിലും ഓർഡർ ലഭിക്കുമ്പോൾ ആ ഓർഡറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ എടുക്കണം. നമ്മൾ നേരിടാൻ പോകുന്ന വൈൽഡ് ബീസ്റ്റ് ഏത് പരുവത്തിലുള്ളതാണെന്ന് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ ഇടാൻ പറ്റും. സാധാരണ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യം വരില്ല. അതുപോലെ ആയുധങ്ങളും നമുക്കുള്ള ടാർഗറ്റിനനുസരിച്ച് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ആയുധങ്ങളും മാറണം. ഇല്ലെങ്കിൽ നമ്മൾ ദുർബലരായി പോകും. അങ്ങനെ മാർക്കിനോട് ഗെവിൻ സംസാരിക്കുമ്പോഴേക്കും കൗണ്ടറിൽ പുതിയ ചില ഓർഡറുകൾ എത്തിയിരിക്കുകയാണ്. ആ ഓർഡർ വായിച്ച ജിൻസൺ ശരിക്കും ദേഷ്യത്തിലാണ്. വീണ്ടും ആ ഓർഡർ എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഒരാൾക്കും ഞാൻ ഈ ഓർഡർ കൊടുക്കില്ല. ജിൻസൺ അങ്ങനെ പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാള് ജിൻസനോട് പറഞ്ഞു, ജിൻസൺ, അത് എങ്ങനെ ശരിയാകും? നമ്മുടെ ഹണ്ടർ ഓർഗനൈസേഷന് ഒരു നിയമമില്ലേ? ഇവിടെ ഓർഡർ ആരെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡർ പരസ്യമായി ഇവിടെ പ്രദർശിപ്പിച്ചേ പറ്റൂ. ഏതെങ്കിലും ഹണ്ടർ ആ ഓർഡർ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് അയാൾ നമുക്ക് അനുവദിച്ചല്ലേ പറ്റൂ. അതല്ല, ഈ ഓർഡർ കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് സ്ഥിരം ലഭിക്കുന്നതാണ്. പക്ഷെ ഒരാൾക്ക് പോലും ആ ഓർഡർ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഓർഡർ എടുത്ത ആളുകളെല്ലാം വനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. വീണ്ടും ആളുകളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ എന്തായാലും ഒരുക്കമല്ല. ജിൻസൺ അവന്റെ അഭിപ്രായം വ്യക്തമാക്കിയതാണ്. അത് കേട്ടതും മറ്റൊരു ഹണ്ടർ ജിൻസനോട് പറഞ്ഞു, ജിൻസൺ, അതെങ്ങനെ ശരിയാവും? എല്ലാ ഓർഡറും പബ്ലിക്കായി പ്രദർശിപ്പിച്ചേ പറ്റൂ. ഒരു ഹണ്ടർ വില്ലിംഗ് ആണെങ്കിൽ അയാളെ തടുക്കാൻ
ഈ ഹണ്ടർ ഓർഗനൈസേഷന് പറ്റില്ല. അതാണ് നമ്മുടെ നിയമം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹണ്ടർ ഓർഗനൈസേഷനിൽ ആളുകളൊക്കെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. ആ നിയമത്തെ മറികടക്കാൻ ജിൻസൺ നിനക്കെങ്ങനെ പറ്റും? ഏയ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് അനുവദിക്കത്തില്ല. ആളുകളെ വെറുതെ കൊലയ്ക്ക് കൊടുക്കാൻ എന്താ നിങ്ങൾക്ക് വട്ടാണോ? ജിൻസൺ തിരിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ മാർക്ക് ഫെല്ലറും ഗെവിനും അവിടെ എത്തി. മാർക്ക് ജിൻസണോട് ചോദിച്ചു, എന്താ ഒന്നുമില്ല. ജിൻസൺ ഉടൻ തന്നെ മറുപടി പറഞ്ഞു. ജിൻസൺ അങ്ങനെ മറുപടി പറയുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, അതൊന്നുമല്ല, ഒരു പുതിയ ഓർഡർ വന്നിരിക്കുകയാണ്. ആ ഓർഡർ ആർക്കും കൊടുക്കാൻ ജിൻസൺ തയ്യാറല്ല. മിസ്റ്റർ ജിൻസൺ, അതെന്താ? നിങ്ങൾ ആ ഓർഡർ എനിക്ക് താ. മിസ്റ്റർ മാർക്ക്, അതൊന്നും പറ്റത്തില്ല, നീ ആ ഓർഡർ എടുക്കണ്ട. ജിൻസൺ അങ്ങനെ പറയാതെ, ഞാൻ ഈ അസോസിയേഷൻ അംഗമായത് ഹണ്ടിങ്ങിന് വേണ്ടിയാണ്. ഒരു ഓർഡർ വരുമ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. മാർക്ക് അങ്ങനെ തീർത്തു പറഞ്ഞതും ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ഓർഡർ എടുക്കുന്നതിനെ കുറിച്ച് നീ ആലോചിക്കുകയും വേണ്ട. അങ്ങനെ ഒരു ഓർഡർ ഇവിടെ ലഭിച്ചിട്ടില്ല. ജിൻസൺ അങ്ങനെ ഉറക്കെ പറയുമ്പോഴാണ് ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നത്. അയാളെ കണ്ടതും സകലരും അയാളൊന്ന് വണങ്ങി. മാർക്കും അയാളൊന്ന് വണങ്ങി. അയാള് ആ ഓർഗനൈസേഷന്റെ ലീഡറാണെന്ന് അയാളുടെ ബോഡി ലാംഗ്വേജ് വിളിച്ചു പറയുകയാണ്. നടന്നു വന്ന അയാൾ ജിൻസന്റെ അടുത്തെത്തിയിട്ട് ജിൻസനോട് ചോദിച്ചു, ജിൻസൺ, നീ ഓർഗനൈസേഷന്റെ നിയമാവലി തെറ്റിക്കാൻ പോവുകയാണ്. ലീഡർ ഇക്കാര്യത്തിൽ ഇടപെടരുത്. ഇത് ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. ഇത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. ജിൻസൺ, നീ എന്തായി പറയുന്നത്? ഒരു ഓർഡർ ലഭിച്ചാൽ ആ ഓർഡർ എടുക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഹണ്ടേഴ്സ് ആണ്, നമ്മളല്ല. നമുക്ക് ആ ഓർഡർ പരസ്യമായി പ്രദർശിപ്പിച്ചേ പറ്റൂ. ലീഡർ അങ്ങ് എന്ത് പറഞ്ഞാലും ഇത് അനുവദിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഓർഡർ പരസ്യമായി പ്രദർശിപ്പിച്ചാൽ ആരെങ്കിലും ഏറ്റെടുക്കും. ആ ആളുടെ ഡെഡ് ബോഡി പിന്നെ കാട്ടിനരികി കിട്ടുക. എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സഹിക്കുക. എനിക്ക് വയ്യ ആളുകളെ കൊലയ്ക്ക് കൊടുക്കാൻ. ജിൻസൺ, നോക്ക്, നമ്മുടെ ഓർഗനൈസേഷന് വ്യക്തമായ നിയമാവലി ഉണ്ടെന്നുള്ള കാര്യം നിനക്കും എനിക്കും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ തന്നെ ആ നിയമാവലി തെറ്റിച്ചാൽ പിന്നെ ഈ ഓർഗനൈസേഷൻ കൊണ്ട് എന്താ അർത്ഥമുള്ളത്? ഒരു നിയമവലി ഉണ്ടാക്കിയാൽ അത് പാലിക്കണമല്ലോ എന്നുള്ളതാണ് ആ ലീഡർ പറഞ്ഞു വരുന്നത്. ജിൻസൺ ലീഡർ അങ്ങനെ പറഞ്ഞിട്ടും സമ്മതിക്കാൻ നിന്നതും ലീഡർ ഉറക്കെ ജിൻസനോട് പറഞ്ഞു, ജിൻസൺ, നിന്റെ മാനസിക വിഷമവും എനിക്ക് മനസ്സിലാവും. പക്ഷേ നിയമവലി തെറ്റിച്ചാൽ പിന്നെ ഈ ഓർഗനൈസേഷന് നിലനിൽപ്പില്ല. അങ്ങനെ പറഞ്ഞിട്ട് ലീഡർ ജിൻസന്റെ കയ്യിൽ നിന്ന് ആ ഓർഡർ ഷീറ്റ് വാങ്ങിച്ച് അവിടെ പരസ്യമായി ഓർഡർ ഇടുന്ന ബോർഡിൽ അത് പിൻ ചെയ്തു. മാർക്ക് ഫെല്ലറും മറ്റ് ഹണ്ടേഴ്സും ഉടൻ തന്നെ ആ ഓർഡർ പ്രദർശിപ്പിച്ച ആ ബോർഡിന് സമീപത്തേക്ക് വന്നു. ആ ഓർഡർ വായിച്ച പലരും പതുക്കെ അവിടെ നിന്ന് മാറി. മാർക്ക് ആ ഓർഡർ കയ്യിലെടുത്തു. ആ ഓർഡർ കയ്യിലെടുത്തിട്ട് കൗണ്ടറിലേക്ക് വന്ന മാർക്ക് ജിൻസനോടായി പറഞ്ഞു, മിസ്റ്റർ ജിൻസൺ, ഈ ഓർഡർ ഞാൻ ഏറ്റെടുക്കുകയാണ്. മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ഓർഡർ കണ്ട ജിൻസന്റെ കണ്ണ് ശരിക്കും തള്ളിയെന്ന് പറയാം. അവൻ ഞെട്ടലോട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു കാരണവശാലും നീ ഇതെടുക്കാൻ പാടില്ല. ജിൻസൺ, നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്ക്, നീ ഇപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിന്നെക്കൊണ്ട് സാധാരണ മൃഗങ്ങളെ വേട്ടയാടാൻ പോലും പറ്റില്ല. അപ്പോഴാണോ ഈ ജീവിയെ വേട്ടയാടാൻ നീ ഇറങ്ങിത്തിരിക്കുന്നത്? വേണ്ട മാർക്ക്, വേണ്ട. നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. മാർക്കിനോട് മാത്രമല്ല പുതിയ ചെറുപ്പക്കാരോടൊക്കെയും ഒരു കരുതൽ ജിൻസന് ഉണ്ടെന്ന് അവന്റെ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. ഈ സംഭാഷണം കേട്ടു നിൽക്കുന്ന ലീഡർ ജിൻസനോട് പറഞ്ഞു, ജിൻസൺ, നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇതിൽ ഇടപെടരുതെന്ന്. പുതിയ ആളുകൾ അവരുടെ കപ്പാസിറ്റി തെളിയിക്കാനായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അതിനെ നീ തടസ്സപ്പെടുത്താൻ നിന്നാൽ പിന്നെ ഈ ഓർഗനൈസേഷന്റെ പ്രസക്തി എന്താണ്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ലീഡർ ജിൻസനെ കട്ട് ചെയ്തിട്ട് മാർക്കിനോടായി പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, നിങ്ങൾക്ക് ഈ ഓർഡർ എടുക്കാൻ താല്പര്യമുണ്ടോ? ലീഡർ, ഉറപ്പായും എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗെവിനുമായി സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. ലീഡർ അങ്ങനെ പറയുമ്പോൾ ജിൻസന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം നെല്ലിച്ചു വരികയാണ്. ആ ഓർഡറിന് വേണ്ടി വനത്തിലേക്ക് പോയ ഒരാളും മടങ്ങി വന്നിട്ടില്ല. ശരിക്കും ഒരു പണക്കാരന്റെ മകനായ മാർക്ക് ഫെല്ലർ അതിമനോഹരമായ ഒരു പക്ഷിപ്പുറത്താണ് അവിടെ വന്ന് ഇറങ്ങിയത്. അധികം ദാരിദ്ര്യമൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത, ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ആ ചെറുപ്പക്കാരനാണ് ഈ വേട്ടയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവൻ കൊല്ലപ്പെടുമല്ലോ എന്നൊരു സങ്കടം ജിൻസന്റെ കണ്ണുകളിൽ ആർക്കും വായിച്ചെടുക്കാം. ജിൻസൺ ഒന്നും മിണ്ടാതെ മാർക്ക് ഫെല്ലറെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഹെവൻലി റീജിയനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഹെവൻലി റീജിയനിലെ വിശേഷങ്ങളുമായി തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.